So perfection rests in sacrifice, and sacrifices are, sacrifices fine-tune our sense of duty, and shape our attitudes. യജ്ഞത്യാഗ സമർപ്പണ പ്രസാദ ഭാവങ്ങളെ കൊണ്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിന്റെ കാര്യങ്ങളാണ് മൂന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കണ്ടത്. അപ്പൊ അങ്ങനെ സാക്രിഫൈസസ്, സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു ആക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, then the next is about Krishna talked about also leaders, how leaders are able to, leaders are people who influence others, and therefore they have to be very clear, and particularly they should be very clear about how they set examples about their actions to their followers. Other leadership in the characteristics ne pattittu paranju. And then he talked about the path of success, of focusing on your work without regrets of the past and anxieties about the future, and shunning all kinds of agitations in the present with an equanimous mind. That is basically focusing on the power of now, the processes, the power of now, and doing your work. Appo what is this is കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആണെന്ന് തോന്നാം, പക്ഷെ what is standing in the path of people attaining this mode of action and to perfection എന്നുള്ളത് അർജുനന് സംശയം വന്നപ്പോൾ then he was talking about the reason why we are not able to really stick to this path of karma yoga is because of our tendency for attachment and aversion. അത് അല്ലെങ്കിൽ desires, likes and dislikes വരുന്നു. അത് കാരണം it is out of rajas that this happens, the rajas that is inside us, giving rise to selfish desires and anger, and which is therefore it is a reflection of the sattva-rajas tamo gunas which hide the self. നമ്മുടെ ഉള്ളിലത്തെ ആത്മതത്വത്തിനെ മറച്ചു വെച്ചിരിക്കുന്ന ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾ മറച്ചു വെച്ചിട്ട് നമ്മളുടെ അത് ഇതിൻ്റെയൊക്കെ അധിഷ്ഠിതം ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള സംഗതികൾ, അതായത് ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ആണ് ഞാൻ എന്നുള്ള വിശ്വാസത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു. നമ്മൾ ആത്മാവിനെ മറന്നു കളയുന്നു, ആത്മതത്വത്തിനെ മറക്കുന്നു. അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സെൻസസ്, മൈൻഡ് ആൻഡ് ഇന്റലക്ട് ആർ ദ സീഡ്സ് ഫോർ ഓൾ അവർ ഡിസയേഴ്സ്. അതുകൊണ്ട് അതിൽ അടിമപ്പെട്ടിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോ അതുകൊണ്ട് ഒരു അതിനുള്ള ആന്റിഡോട്ട് ആയിട്ട് therefore control your senses, mind and intellect through knowledge of the self. ഇത് ഈ ആത്മതത്വം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മളുടെ സെൻസസിനെയും, സെൻസസ് ആണ് ഏറ്റവും ഗ്രോസ് ആയിട്ടുള്ളത്, അതിൻ്റെ സട്ടിൽ ആയിട്ടുള്ള മനസ്സ്, ആ മനസ്സിനെയും സട്ടിൽ ആയിട്ടുള്ള ഇന്റലക്ട്, ഇതിനെ മൂന്നിനെയും നമുക്ക് കൺട്രോൾ ചെയ്ത് ഏറ്റവും സട്ടിൽ ആയിട്ടുള്ള ആത്മതത്വത്തിലേക്ക് അധിഷ്ഠിതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് സെൽഫ്ലെസ് ആയിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ അടിയുറച്ച് സെൽഫ്ലെസ് ആക്ഷൻ. ആ സെൽഫ്ലെസ് ആക്ഷൻ, ഐഡന്റിഫിക്കേഷൻ വിത്ത് സെൽഫ്ലെസ് ആക്ഷൻ ആയിരുന്നു സബ്ജക്ട് മാറ്റർ ഓഫ് ദ തേർഡ് ചാപ്റ്റർ. അപ്പോൾ ദിസ് ഈസ് എ സമ്മറി ഓഫ് ചാപ്റ്റർ 3. ഇതാണ് കണ്ടത്. സോ നൗ വിത്ത് ദിസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് സെൽഫ്ലെസ്നെസ് ഈസ് ആൻഡ് വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് സെൽഫ്ലെസ്. അതാണ് ഫണ്ടമെന്റലി നോക്കി കഴിഞ്ഞാൽ മൂന്നാം അധ്യായത്തിൽ എന്താ, വാട്ട് ഈസ് സെൽഫ്ലെസ്നെസ് ആൻഡ് വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഫോർ സെൽഫ്ലെസ്നെസ്, സെൽഫിഷ്നെസ്. സെൽഫ്ലെസ്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ സെൽഫിഷ്നെസ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ കാരണവും കൂടി പറഞ്ഞു. അപ്പൊ അത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ആത്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജോയ്സ് ഓഫ് ദ സെൽഫ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ മോട്ടിവേഷനും ആയിരിക്കണം നമ്മളുടെ ഏറ്റവും ഹയസ്റ്റ് സുപ്രീം മോട്ടിവേഷൻ എന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്നിട്ടുള്ള കർമ്മങ്ങളുടെ പ്രവർത്തന ശൈലി 247 പറഞ്ഞു. കർമ്മണ്യ മോട്ടിവേഷനോട് കൂടിയിട്ട് നമുക്ക് പ്രവർത്തിക്കണം എന്നുള്ളതാണ് കർമ്മയോഗത്തിൽ പറഞ്ഞത്. So I think we will now move forward to the chapter 4. Unless, of course, if you want to discuss something, you can definitely now also we can spend some time discussing. Otherwise, I will now go to chapter 4. Chapter 4 is knowledge-based selfless action. Knowledge-based selfless. Selfless action ആണ് കർമ്മയോഗ. അതിൽ നിന്ന് we are now coming to knowledge-based. അപ്പൊ അതിൽ ആദ്യം തുടങ്ങുന്ന അത് ഒരു വർണ്ണനയുണ്ട്. അപ്പൊ ഞാനത് പറയാം, എന്നിട്ട് അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനും കൂടെ നമുക്ക് അതിലേക്ക് കിടക്കാം. അതായത് അതിന്റെ റിഫ്ലക്ഷൻ, സെൽഫ് അനലിറ്റിക്കൽ റിഫ്ലക്ഷൻ ആണ്. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള സംഗതിയായിട്ട് അതിനെ മാച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഇൻഫിനിറ്റ് സെൽഫ് ദാറ്റ് ഇംബ്യൂഡ് ദ സൺ, സൂര്യനൊക്കെ വിത്ത് ദ ഇംപെറിഷബിൾ പവർ ഓഫ് സെൽഫ്ലെസ് ആക്ഷൻ.
ഇൻഫിനിറ്റ് ആയിട്ടുള്ള ബ്രഹ്മമാണ് ഈ സൂര്യന് പോലും ശക്തി കൊടുത്തിരിക്കുന്നത്. സൂര്യൻ എങ്ങനെ പ്രവർത്തിക്കുന്നത്? സെൽഫ്ലെസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ആ സൂര്യനിൽ നിന്നാണ് ബാക്കി നമ്മളുടെ എല്ലാ പ്രപഞ്ചത്തിലത്തെ എല്ലാ സംഗതികളും, നമ്മളുടെ ജീവജാലങ്ങളൊക്കെ ഈ സൂര്യനിൽ നിന്നാണ് ഊർജം ഉൾക്കൊള്ളുന്നത്. Who therefore the sun passed it on to all the beings and thus the human beings. അങ്ങനെ നമുക്കും ആ ശക്തി കിട്ടി. ബ്രഹ്മം സൂര്യനിലൂടെ നമ്മളുടെയൊക്കെ ഉള്ളിലേക്ക് ശക്തിയായിട്ട് പ്രവഹിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ പാസ്ഡ് ഡൗൺ ബൈ സക്സഷൻ. അങ്ങനെ സക്സസീവായിട്ട് ഇങ്ങനെ നമുക്ക് അത് കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഉള്ളിലൊക്കെ ഈ ഈശ്വര ബ്രഹ്മതത്വം നമ്മളുടെ ഉള്ളിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ പാസ്ഡ് ഡൗൺ ബൈ സക്സഷൻ. ബട്ട് ഓവർ ടൈം വാട്ട് ഇസ് ഹാപ്പൻഡ് ഈസ്, ഈ സെൽഫ്ലെസ് ആയിട്ടുള്ള ആ ശക്തി സൂര്യനിൽ നിന്ന് വന്ന് അപ്പോൾ നമ്മൾ കണ്ടു തത്വരച്ച സമൂഹ ഗുണങ്ങൾ, ഡിസയേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളുടെ ഉള്ളിൽ കൂടെയാണ് ഈ ശക്തി നമ്മളുടെയൊക്കെ ഉള്ളിൽ കൂടെ വരുന്നത്. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം മനുഷ്യൻ സ്വാർത്ഥനായി മാറി. ലോസ്റ്റ് ടു സെൽഫിഷ്നെസ് ആൻഡ് ഗ്രീഡ്. ഇറ്റ് ഈസ് ഓൺലി ദോസ് ഹു ആർ ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് കൃഷ്ണന്റെ അടുത്ത് പറയാം. അപ്പൊ അർജുനനെ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് കൃഷ്ണൻ കാണുന്നുണ്ട് അവിടെ. അർജുന, സിൻസ് യു ആർ ഡിവോട്ടഡ്, ഐ എം ഗോയിങ് ടു you can understand this and therefore I am going to tell you this എന്ന് പറയാണ്. അർജുന then wanted to clarification on the eternity of the self. അതിനെ പറ്റി സെയിം, അതായത് സെൽഫ് എന്ന് പറയുന്ന ഒരൊറ്റ ആത്മാവ് എന്ന് പറയുന്ന ഒരൊറ്റ ശക്തിയാണ്. എൻലിവൻസ് ഓൾ അക്രോസ് ജനറേഷൻസ്, എല്ലാം നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും എന്ന് മാത്രമല്ല നമ്മുടെ പൂർവികരും അതിനു മുമ്പിലുള്ളവരും എല്ലാവരും ഇനി വരാൻ പോകുന്നവർക്കൊക്കെ ശക്തിയായിട്ട് വരുന്ന ആ ആത്മതത്വം എല്ലാവരിലും ഒന്ന് തന്നെയാണ്. അക്രോസ് ജനറേഷൻസ്. ഇൻഡിവിജ്വൽസ് ഡു നോട്ട് റിയലൈസ് ദിസ്. നമുക്കൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ആസ് വി ആർ ഓൾ ഗ്രിപ്ഡ് ഇൻ സെൽഫിഷ്നെസ്, BMI, ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട്. എൻ്റെ ഇന്റലക്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് അതാണ് ഞാനെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നവർക്ക് ഈ തത്വം ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നില്ല. ദ സെൽഫ് ഈസ് അൺബോൺ ബിക്കോസ് ഇറ്റ് ഈസ് എറ്റേണൽ. It is infinite and is of imperishable nature. Though the self is the lord of all beings, yet through the power of nature, born of infinite powers, power of the self gets embodied. അപ്പോൾ ആ സെൽഫ് ഈ നമ്മളുടെ ഉള്ളിലേക്ക് വന്ന് അതിൻ്റെ തന്നെ സെൽഫിന്റെ തന്നെ ഒരു ആസ്പെക്റ്റ് ആയിട്ടുള്ള സത്വരജസ്തമോ ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളായിട്ട് അധിഷ്ഠിതമായിട്ടുള്ള ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിന്റെ ഉള്ളിലേക്ക് വന്ന് നമ്മളിലൂടെ മനസ്സിലായി ഇത് ഇന്ന് പണ്ടേ മുതലായിട്ടുള്ള ഒരു ആത്മതത്വമാണ് ഈ പറയുന്നത് കൃഷ്ണൻ എന്നുള്ളത് ബോധം മനസ്സിലാക്കാനാണ് ഒന്ന്. പിന്നെ വേറെ ഒന്ന്, ഇതിൽ കുറെ ഇപ്പൊ സെൽഫിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 2ാമത്തെ അധ്യായത്തിലും കുറെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്നു. ഇനി ഇപ്പൊ ഇവിടെയും പറയുന്നുണ്ട് ഇറ്റ് ഈസ് അൺബോൺ, ഇറ്റ് ഈസ് ഇംപെറിഷബിൾ നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ദ ലോർഡ് ഓഫ് ഓൾ ബീയിങ്സ്, ഇറ്റ് എൻലിവൻസ് എവരിവൺ, ഇറ്റ് ഈസ് എറ്റേണൽ, ഇറ്റ് ഈസ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് വീണ്ടും ഇവിടെ എടുത്ത് പറയാണ്. ഇതൊക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വീണ്ടും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ കാണും. ഇനിയും കാണാൻ പോകുന്നുണ്ട്. 7ാമത്തെ അധ്യായത്തില്, 8ാമത്തെ അധ്യായത്തില്, 13ാമത്തെ അധ്യായത്തില് ഒക്കെ ഇനിയും വരും ഒരുപാട് ഡീറ്റെയിൽസ്. കാരണം അതുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള സകല ഡീറ്റെയിൽസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് ആ സെൽഫിന്റെ ആത്മാവിന്റെ എന്താണ് ആത്മാവ് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ മാതിരിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ഇതിൽ വരികയും ചെയ്യും. അപ്പൊ അത് പിന്നെയും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമുക്ക് ഇന്ന് നോക്കാം. സൂര്യൻ, സണ്ണിൽ നിന്ന് മനുഷ്യന് കിട്ടി അതായത് അവിടെ മനു ആ ഒരു ഹയറാർക്കി അവിടെ പറയുന്നത്, ആ ലീനിയേജ് വരുന്നത് അങ്ങനെ. അതായത് ഇറ്റ് ഈസ്, ഇനി നമ്മളുടെ ഉള്ളിലേക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് കോൺഷ്യസ് അവയർനെസ്, ഇന്റലക്ട് ആൻഡ് മൈൻഡ് ഈസ് ദ റൂളർ കിങ് നമ്മുടെയൊക്കെ എന്ന് പറയുന്ന അങ്ങനെ ആ ലെവലിലാണ് ഈ സെൽഫ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ഇൻ ദി യൂണിവേഴ്സ്, ദ സൺ ടു ബീയിങ്സ്, മാൻ എന്ന് എഴുതിയിരിക്കണം, മനുഷ്യർക്ക് എന്നുള്ള, നമുക്ക് മനുഷ്യർക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ട, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഗീത എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ നമ്മളാണല്ലോ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. സോ സൺ, ഫ്രം ദ സൺ ടു മാൻ ആൻഡ് ഫ്രം മാൻ ടു ദ റൂളേഴ്സ്, അങ്ങനെ വന്ന് പിന്നെ എല്ലാ പ്രജകളിലേക്കും വന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ കോൺഷ്യസ്നസ്, ഇന്റലക്ട്, മൈൻഡ് ആൻഡ് ദെൻ മൈൻഡ് ടു എന്തൊക്കെയാണ്, പിന്നെ സെൻസ് ഓർഗൻസ്, അതിന്റെ മൈൻഡിന്റെ ബാക്കിയുള്ള എന്താണ് ഡിറൈവ്ഡ് ഫങ്ഷൻസ്, അതിലേക്കൊക്കെ ഇന്റലക്ട്
got it. The power of the self, infinite self, became the power of thought within us, the power of thought. It came down as the power of thought and of productivity, which rules us. അങ്ങനെയും നമുക്ക് അതിനെ കാണാം. പക്ഷേ over time, what happens is, initially it was selfless. All these actions were selfless. Then suddenly, because of the gunas, became selfish. Gunas, intentions and motivations ഒക്കെ വന്നപ്പോൾ ആ ഇന്റൻഷൻസ് ഒക്കെ മാറി. ആത്മതത്വത്തിലേക്ക്, ജോയ്സ് ഓഫ് ദ സെൽഫിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ള ആക്ഷൻ, നമ്മുടെ ഓരോരുത്തരുടെയും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചുരുങ്ങി വന്നു. അത് intentions, motivations, and therefore the attitudes, everything became selfish. So that became the harassers, the greed and selfishness became the ruling forces within us. Angane, we started forgetting this. This is how that the infinite Brahman has descended down to earth, to this universe and to earth and into the minds of people. And over a period of time, the gunas took control and our objectives turned selfish. The thing is that the joys of the self, righteousness, productivity, efficiency, and strength, എന്ന് പറയുന്ന 5 fundamental ആയിട്ടുള്ള value systems, values were lost to humanity. And because of selfishness, നേരത്തെ പറഞ്ഞ selfishness, and it gave way to selfishness, anger, greed, envy, jealousy, hatred, pride, arrogance, vanity, prejudice, conceit, laziness, lethargy, impudence, impertinence, deceit, plus hundreds of them. The good 5 at the top. ഇത് നമ്മളെ പാണ്ഡവന്മാരും കൗരവന്മാരുടെ representation പറഞ്ഞു. And the Kauravas were ruling, and now the fight starts. Bhagavad Gita comes in. Okay, how is a scenario? You can see that is basically what it is again back coming to. So the power of the self has to be tapped. The power of the self has to be tapped. A power of the self താഴേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഇനി മേപ്പോട്ട് ഉയർത്തണം. And that is basically what ഇവിടെ സെൽഫ്ലെസ്നെസിന്റെ കൂടെ ഇനി നോളജ് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പൊ പവർ ഓഫ് ദ സെൽഫിനെ എങ്ങനെ ടാപ്പ് ചെയ്യണം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്, അതിന് വേണ്ടിയുള്ള വഴികളെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ദ പവർ ഓഫ് ദ സെൽഫ് ഹാസ് ടു കം ഡൗൺ ടു വിത്തിൻ us. അപ്പൊ ആ പവർ ഓഫ് ദ സെൽഫ് വരുമ്പോൾ എന്താ പറ്റുക, നമ്മളുടെ ആക്ഷൻസിലെ ധർമ്മം പ്രസരിക്കാൻ തുടങ്ങും. അപ്പൊ അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ധർമ്മച്യുതി സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ധർമ്മത്തിന്റെ ച്യുതിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി മേപ്പോട്ട് ഉയർത്തുവാൻ വേണ്ടി സെൽഫ് നമ്മുടെ ഉള്ളിൽ, ആത്മതത്വം നമ്മുടെ മനസ്സ് പ്രവർത്തനങ്ങളിലേക്കും എത്തിച്ചേരണം. അപ്പോ നമുക്ക് അതിനു മുമ്പ്, നമുക്ക് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ്, ലെറ്റ് us look at ധർമ്മ. വാട്ട് ഈസ് ധർമ്മ? ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ധർമ്മ. 4 പെർസ്പെക്റ്റീവ്സ് നമുക്ക് കാണാം. ഒന്ന്, ധർമ്മ is defined as the support or the integrator, that which supports the existence of or integrates the നമ്മളുടെയൊക്കെ environment and all the other systems integrate ചെയ്തിട്ട് നമ്മളെ കൊണ്ടു നടത്താൻ വേണ്ട ബേസിസ്. അപ്പൊ ഓഫ് ഇൻഡിവിജ്വൽസ്, ഫാമിലി, സൊസൈറ്റി, നേഷൻ, നേച്ചർ ഒക്കെ. നേച്ചറിനെ സപ്പോർട്ട് ചെയ്യണം എന്തൊക്കെയാണ്, നേഷനെ സപ്പോർട്ട് ചെയ്യണം എന്തൊക്കെയാണ്, അതൊക്കെയാണ് ധർമ്മങ്ങൾ. അതിന്റെ സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറയുന്ന ആസ്പെക്റ്റുകളിലേക്ക് വരുന്നു. അങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടു നടത്താൻ വരുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റർ ആയിട്ട് നമുക്ക് കാണാം ഒരു പെർസ്പെക്റ്റീവ്. ദാറ്റ് വിച്ച് ഇന്റഗ്രേറ്റ്സ് ദ പേഴ്സണാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽ ലെവലിലെടുത്ത് ഇൻഡിവിജ്വലിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഫാമിലി റിലേഷൻഷിപ്പിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, സൊസൈറ്റീസിനെ ഇൻ ജനറൽ, നേഷൻസ് ആൻഡ് ദ വേൾഡ്. അങ്ങനെ. ഇനി വേറൊരു വിധത്തിൽ ധർമ്മത്തിനെ എടുത്തു കഴിഞ്ഞാൽ, ധർമ്മ ഈസ് ദ ഇൻഹറന്റ് നേച്ചർ ഓഫ് എ തിങ്, ദാറ്റ് വിച്ച് മേക്സ് എ തിങ് ദ തിങ്, ദാറ്റ് വിച്ച് മേക്സ്, for example, sugar. What makes sugar? Sugar, it's sweetness. So sweetness is a dharma of what makes fire. Fire is heat and probably light of any object. That which makes a thing a thing. Example, sweetness of that. ഇനി മൂന്നാമത്തെ ഒരു പെർസ്പെക്റ്റീവ് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the laws that govern and control. അപ്പൊ പലതിനും ഇപ്പോൾ ഓഫ് ലാൻഡ്, ഓഫ് ഇൻജങ്ഷൻസ് ആൻഡ് സ്ക്രിപ്റ്റേഴ്സ്, മോറൽ ആൻഡ് എത്തിക്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ രാജ്യങ്ങളിൽ അതിൻ്റെതായ അവരുടേതായിട്ടുള്ള
റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം that is also dharma. Rules and regulations laid down by governments, legal entities, codes of conduct, etc. അതൊക്കെ ഉണ്ട്. ആൻഡ് ഇൻക്ലൂഡിങ് ഇപ്പം നമ്മളുടെ പ്രൊഫഷണൽ മേഖലകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് സച്ച്. അതൊക്കെ എന്തിനാ? അതൊക്കെ ഒരു ധർമ്മ ആസ്പെക്ട് ഓഫ് ധർമ്മ. ഇഫ് the quality, for example, quality systems-ലെ തകർച്ച വന്നു കഴിഞ്ഞാൽ we'll suffer. Business will suffer, the product will suffer, or systems will suffer, the projects will suffer. അപ്പോൾ അത് പാടില്ല. Then the fourth perspective of dharma is that dharma is the balancer, that which helps us to, things that we should do, which will help us to balance our spiritual and material requirements. Other life and living, random. It is not only about increasing your standard of living, it is also about increasing the standard of life. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ട സംഗതികൾ, അതൊക്കെ ധർമ്മത്തിൽ പെട്ടതാണ്. That which provides a balance between the spiritual and the material, helping holistic development. For it helps not only material unfoldment, but also കൊണ്ടുപോകാൻ പറ്റുന്ന അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധർമ്മത്തിൽ പെട്ടതാണ്. അപ്പോൾ 4 വിധത്തിലാണ് ധർമ്മത്തിന്റെ പെർസ്പെക്റ്റീവ്. ഇതില് ഈ 4 എണ്ണത്തില് എവിടെ വേണമെങ്കിലും ധർമ്മച്യുതി സംഭവിക്കാം. അത് സംഭവിച്ചു എന്നാണ് കൃഷ്ണൻ പറയുന്നത് ഓവർ പീരിയഡ് ഓഫ് ടൈം. ഇപ്പൊ താഴത്ത് നോക്കിയാൽ ഇംബാലൻസ് ഇൻ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ. അപ്പൊ മെറ്റീരിയലിന്റെ പുറകെ എല്ലാവരും പോകാൻ തുടങ്ങി, സ്പിരിച്വൽ റെലിഗേറ്റഡ്. ബ്രേക്കിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ സബ്വേർട്ടിങ് ദ ഇൻഹറന്റ് നേച്ചർ, നമ്മുടെ ഇൻഹറന്റ് നേച്ചറിനെ തന്നെ സബ്വേർട്ട് ചെയ്യുക. ഇൻഹറന്റ് ആയിട്ട് മനുഷ്യന്റെ എന്താണ് ഇപ്പൊ ഓക്കെ, ഇത് മനുഷ്യൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഒരു പഞ്ചസാര അല്ലെങ്കിൽ തീയ് അതിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള നേച്ചറിനെ സ്വന്തം മാറ്റിയെടുക്കുന്നില്ല. പക്ഷെ മനുഷ്യൻ്റെതായിട്ടുള്ള ധർമ്മത്തിനെ അല്ലെങ്കിൽ ഇൻഹറന്റ് ആയിട്ടുള്ള നേച്ചറിനെ മാറ്റുന്നുണ്ട്. അപ്പൊ ഇൻഹറന്റ് നേച്ചർ എന്തൊക്കെയാണ്? ദാറ്റ് വീൽ സീ അഗൈൻ. അതിന്റെ കാര്യങ്ങളാണ് എനിക്ക് ഇതിൽ പറഞ്ഞു തരുന്നത്. അതാണ് നമ്മുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അത് നമ്മൾ സബ്വേർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ ദി അതർ വൺ ഈസ് അബൌട്ട് ദ ഫെയിലിയർ ടു ഇന്റഗ്രേറ്റ് ദി വേരിയസ്, നമ്മളുടെ പല സിസ്റ്റംസ്, നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റംസിനെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. അതിലൊക്കെ പല വിധത്തിലുള്ള പാളിച്ചകൾ വന്നിട്ടുണ്ട്. അങ്ങനെ there is a decline of righteousness, declining righteousness. ആ ഡിക്ലൈൻ ഓഫ് റൈറ്റിയസ്നെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയല്ലോ, നമ്മളുടെ തന്നെ ആത്മതത്വത്തിനെ നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്നിട്ട് പ്രവർത്തിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ബേസിക്കലി ഇനി അതിനെ പറ്റിയിട്ടാണ് കൃഷ്ണൻ അടുത്ത് സംസാരിക്കുന്നത് അർജുനന്റെ അടുത്ത്. സോ അപ്പൊ അതിനു മുമ്പ് നമുക്ക് we'll just see some examples also, like alcoholism. Sir, fourth point ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ബാലൻസർ പെർസ്പെക്റ്റീവ്. അതെ, ബാലൻസർ. അതായത് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞിട്ട് 2 സംഗതികളുണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് ഇൻഫാക്ട് സബ്സിക്വന്റ്ലി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണേൽ പറയാം. ഇന്നിപ്പോ ഒരു സമ്മറി പറയുകയാണെങ്കിൽ ഈ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോഗ്രസ് എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മെറ്റീരിയൽ പ്രോഗ്രസ്. അതേസമയം നമ്മളുടെ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് വേണ്ട ഈ വാല്യൂ സിസ്റ്റംസ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളുടെ മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഇപ്പൊ ജോയ്സ് ഓഫ് ദ സെൽഫിന് വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്ന പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. അതൊക്കെ സ്പിരിച്വൽ റിഫൈൻമെന്റ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ആഫ്റ്റർ ദ പ്ലഷേഴ്സ് ഓഫ് ദ BMI, സെൽഫിഷ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാണ്ട് ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് നമ്മൾ ആരാണ്, ഹു ആം ഐ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആക്ച്വലി ഇറ്റ് ഈസ് എ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ് ഈസ് നോട്ട് or the states of my mind are, or the states of my intellect is. അങ്ങനെയല്ല, it is about who am I. ആ who am I എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മളുടെ the thirst for that is actually a spiritual need. അപ്പൊ അങ്ങനത്തെ ആവശ്യങ്ങൾ കൊണ്ടുവന്ന് അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് മെറ്റീരിയൽ പ്രോഗ്രസിനേക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പിരിച്വൽ പ്രോഗ്രസ് നടത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു വിസ്ഡം നമ്മളുടെ പ്രവർത്തന മേഖലകളിലേക്കും അത് ഒരു ഓസ്മോട്ടിക് പ്രോസസ് മാതിരി വരുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ദെർഫോർ ദെർ ഇസ് എ ടോട്ടൽ ഇന്റഗ്രേഷൻ. സോ ദാറ്റ് ഈസ് വാട്ട് ഹ്യൂമൻ ബീങ്സ് ആർ. കാരണം ഇത് പട്ടി, പൂച്ച അങ്ങനത്തെ സംഗതികൾക്ക് ഇതിന്റെ ഒന്നും പ്രശ്നമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അവരവരുടെ സ്വയം ഒരു ഇൻഹറന്റ് നേച്ചർ അനുസരിച്ചിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇന്റൻഷൻസിന്റെ ഇല്ല. നമ്മളൊക്കെ ഇന്റൻഷണൽ മെഷീൻസ് എന്നാണ് പറയാ. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ഇന്റൻഷണൽ മെഷീൻസ്.
We work because of some intention. There is a willpower, there is a self-effort, and there is also a direction which we give to all our actions. That's intentions. But our intentions, evidekana direct ചെയ്തിരിക്കുന്നത്. Is it directed towards selfish aggrandizement and such other things? Then it is material progress that we are looking at. When that is intentions are directed at the joys of the self, then it is a spiritual direction that we are giving. അത് രണ്ടും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. മനുഷ്യരുടെ സിംഹത്തിന്റെ അടുത്ത് ഒരു പുലിയുടെ അടുത്ത് നമുക്ക് പോയിട്ട് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് ഇവോൾവ് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ സ്വഭാവത്തിൽ അത് പെട്ടതല്ല. നമുക്ക് മാത്രമേ ഉള്ളൂ അത്. നമുക്ക് കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ചിന്താശക്തി ഉണ്ട്. അപ്പൊ അതിനി അതിലേക്ക് കിടക്കുന്നുണ്ട് ചിന്താശക്തി. ആ ചിന്താശക്തി നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, സെൽഫിഷ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വി ആർ ആക്ച്വലി ഗോയിങ് ഡൗൺ. But we should be able to translate that thought power into, a discriminative capability which is able to differentiate between the good and the pleasant, and always reach out to the path of good. That is what this integration is. I hope that is yes, sir. For the time being. Sir. Okay. If more things are coming, we'll. Thank you, sir. Yes. Sir, the previous slide, could you please go there? Sir. Said that gunas are developing. I thought gunas is what we are born with. Yeah, gunas are developing means, developing and develop. The gunas എന്ന് പറയുന്നത് it is actually it is the property of your body, mind and intellect. It is a property. ഇനി അതിന്റെ ഈ ഗുണങ്ങളെ നമ്മളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പവർ ഇതുണ്ടല്ലോ, that influencing power is something that we can control. ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാനത് അങ്ങനെ പറയുന്നത്. അപ്പൊ സെൽഫ്ലെസ് ആയിട്ട് നമ്മള് സർ ഒരു ടൈം പീരീഡ് പറഞ്ഞു, സെൽഫ്ലെസ് ആയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ സെൽഫിഷ് ആവുന്നു എന്ന്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെ എടുത്തിട്ട് നമ്മളെ പണ്ട് സെൽഫ്ലെസ് ആയിരുന്നു, ഇപ്പൊ അങ്ങനെ ആ അർത്ഥത്തിലല്ല ഇവിടെ സംസാരിക്കണത് കേട്ടോ. എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി ആദ്യം ചിന്താശക്തിയോടുകൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, മേ ബി ഓർ 100,000 years ബാക്ക് പീപ്പിൾ വെർ നോട്ട് ആസ് സെൽഫിഷ് ആസ് വി ആർ നൗ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ എടുക്കണം. പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇങ്ങനെ കൂടുതൽ സോഫിസ്റ്റിക്കേഷൻ വന്ന് കഴിഞ്ഞപ്പോൾ ഈ സോഫിസ്റ്റിക്കേഷൻ വന്നതൊക്കെ നമ്മൾ സെൽഫിഷ് ആയിട്ടാണ്. നമ്മൾ അതിൽ സെൽഫിഷ്നെസ് കൂട്ടിയാണ് ഈ സോഫിസ്റ്റിക്കേഷൻ മുഴുവൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ നമ്മൾ therefore what has happened is there are very powerful nations in the world. Maybe I think about 20% of the world controls 80% of economy. എന്തൊക്കെ പറയുന്ന സ്റ്റേറ്റിലേക്ക് പോയി. കാരണം ദാറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദ സെൽഫിഷ് നേച്ചർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. എല്ലാവരും നമ്മളൊക്കെ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമുക്ക് മറ്റവരെക്കാളും കൂടുതലായി ഇത് കിട്ടണം അത് കിട്ടണം എന്നുള്ള ചിന്തയാണ് നമുക്ക് കൂടുതൽ. ഒരാളും സെൽഫ്ലെസ് ആയിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഓക്കെ 100% സെൽഫ്ലെസ്നെസ് ചിലപ്പോൾ പറ്റുന്ന വരില്ല. പക്ഷെ എന്നാലും ആസ് മച്ച് ആസ് മെനി പീപ്പിൾ ആസ് ഹെൽപ്പ് ആസ് മെനി അതേഴ്സ് ആസ് പോസിബിൾ എന്നുള്ള ഒരു ടെൻഡൻസി എന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ഓരോരുത്തർക്ക് എത്താൻ പറ്റിയാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഹെൽപ്പ് ആസ് മെനി കാര്യം ചിന്തിക്കുമ്പോഴും when we think about something, when we take a decision, even in workplaces, for example, let's say you are a leader somewhere and taking a decision for ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട്, ഇംബ്ലിക്കോസ്ഫിയർ എന്ന് ഞാൻ പറയും, അതിന്റെ ഇമ്പാക്ട് ആരെയൊക്കെ അഫക്ട് ചെയ്യും, അത് ആർക്കൊക്കെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്. ഞാൻ എടുക്കാൻ പോകുന്ന ഡിസിഷൻ, ഈസ് ഇറ്റ് ഗോയിങ് ടു ബി ബെനിഫിഷ്യൽ ഓൺലി ടു മീ? Then there is something wrong, because I'm being totally selfish and it doesn't help anyone. Then it is definitely wrong. There is something wrong. You have to rethink the strategies. അപ്പൊ ആ ഡിസിഷൻ എടുക്കുമ്പോൾ how many others are going to get benefited എന്നുള്ള ഒരു ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ട്, if you think that okay, fine tuning this, it can help 50 more people, or ഒരു ലെവലിൽ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, things will start becoming different, and such leaders will become more and more എന്താ പറയാ inspiring for other people. The leaders who take decisions based on how much their decisions are going to have, how many others are going to be benefited by their decisions, and that n, if it is n and that n can be increased, if on increasing, then it is going to be
it's going to be an inspiring leadership. That is the practical implications of trying to understand the selfishness എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്ന് പറയുന്നത്. വർമാജി എന്തെങ്കിലും ചോദിച്ചോ, പറഞ്ഞോ. ഒരു വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഹിസ്റ്റോറിക്കലായിട്ട് നോക്കി കഴിഞ്ഞാൽ മനുഷ്യൻ ആദ്യം ഇന്നത്തെക്കാൾ വളരെ കൂടുതൽ സെൽഫിഷ് ആയിരുന്നു. സ്ലേവറി വാസ് എ ഇമ്പോർട്ടന്റ് എല്ലാ രീതിയിലും ഓൾ ഓവർ ദി വേൾഡ്. ഒരു ട്രൈബ് മറ്റേ ട്രൈബിനെ എക്സ്റ്റർമിനേറ്റ് ചെയ്തിരുന്നു. The power of thought is also much higher now. In fact, if you analyze correctly, we have progressed more and we have become better people on the whole. I mean, women's rights ആയാലും ശരി, എഡ്യൂക്കേഷൻ ആയാലും പ്രാകൃതമായ ജീവിതമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒന്നൊന്ന് റീതിങ്ക് ചെയ്യണമെന്ന് ചെറിയ സംശയം. Exactly. I mean, the sense we are not looking at last maybe 100 years or 1000 years. We are looking at maybe millions of years back or 100,000 of years back. People did not have all these complications. Adu kazhinje complications started maybe 1500 years back and all. If you look at Kerala, it was very bad. I mean, in the sense, when Sara പറഞ്ഞ മാതിരി absolutely rotten systems ഉണ്ടായിരുന്നു. Maybe 400 years back, 500, 300 years back ഒക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ നമ്മൾ ധർമ്മങ്ങൾ ഉണ്ടാക്കി. മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണ്. Laws that govern and rules and regulations, all those kind of things came, and we are trying to make it better and better. But I mean, definitely we are progressing. Hopefully we will come to a state where we are more and more dharmic. But മറ്റുള്ള elements they are affecting the systems also. അതുകൊണ്ട് അപ്പൊ അതിന്റെ ഫൈറ്റ് ആണ്. It is a fight that is constantly going on. I mean, it is not ഒരു 10,000 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ 500 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സിസ്റ്റത്തിൽ നിന്നും നമ്മൾ കുറെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവാം. Because we have built in layers of dharma. നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ധർമ്മങ്ങളാണ് ബേസ്ഡ് ഓൺ സസ്റ്റൈനബിലിറ്റി, ഗ്ലോബലൈസേഷൻ, ഇൻക്ലൂസീവ്നെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഡെഫിനറ്റ്ലി യെസ്. കാരണം മനുഷ്യനെ അങ്ങനെ ചിന്തിക്കാനും പറ്റുന്നുള്ളൂ, വേറെ ആൾക്കും പറ്റില്ല. അപ്പൊ നമ്മളുടെ ഉള്ളിലത്തെ നല്ല ഈ പറയുന്ന പ്രശ്നങ്ങള് പഴയ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ, ഫോർ എക്സാമ്പിൾ കാസ്റ്റ് സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അല്ലെങ്കിൽ വിമൺ എംപവർമെന്റ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കിയത് എന്തോ that dharma, that force which is making this dharma possible is the power that is descending down. That is the avatar. Okay, we are actually coming to that now. So the forces that create these systems are the powers. അത് നമുക്ക് എല്ലായിടത്തും കാണാം. അത് എല്ലാ ദിവസവും, ഈവൻ എവറി ഡേ യു ക്യാൻ പോസിബിളി. നമ്മൾ ഇപ്പൊ വർക്കിംഗ് പ്ലേസിൽ പോയിട്ട് അവിടെ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ലെറ്റ് സേ യു ടോക്കിംഗ് അബൌട്ട് സിസ്റ്റംസ് ദാറ്റ് ആർ ബീങ് ഇവോൾവ്ഡ്, അതിൽ എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഒരു അവതാരം ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥമാണ്. There is a force that has come down because we've noticed that there is some flaw in the system. ധർമ്മച്യുതി ഉണ്ട്. അപ്പൊ പരിത്രാണായ സാധൂനാം ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നൊക്കെ പറയുന്നത് അവിടെയാണ് നടക്കുന്നത്. That force came down in the form of a few people sitting together and cogitating on this issue and coming up with a solution and then laying down guidelines as maybe processes or process systems ഒക്കെ ആയിട്ട് കൊണ്ടിരുന്ന. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ we are milking wisdom from somewhere and then putting it into a system. Definitely yes. So അത് ഇൻഫാക്ട് അതിലേക്കാണ് ഇനി കൃഷ്ണൻ നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ അതൊക്കെയാണ് that is the knowledge based selflessness aspect. അതാണ് ഈ ചാപ്റ്ററിന് ഇങ്ങനത്തെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. Okay, so so alcoholism, adultery, etc. destroys families and harms individuals in the long run. Okay, ഈ ധർമ്മച്യുതികളാണ് ഇതൊക്കെ. ധർമ്മച്യുതികളുടെ എക്സാമ്പിൾസ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഐഡന്റിഫൈയിങ് ദ പവർ ഓഫ് ദ സെൽഫ് ഈസ് ദി അൾട്ടിമേറ്റ് ധർമ്മ ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്നുള്ളത് ധർമ്മം റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഇന്റഗ്രേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ലൈക്ക് ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഒബ്സർവ്, ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ, ഇന്റർപ്രറ്റ്, റീസൺ, ജഡ്ജ്, ഡിഫറൻഷിയേറ്റ്, കണക്ട്, വണ്ടർ, ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ മനസ്സിന്റെ ശക്തികളാണ് ഇതൊക്കെ. ഈ മനസ്സിന്റെ ശക്തികളൊക്കെ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്നതാണ്. ഈ ആത്മതത്വം എന്ന് പറയുന്ന കോൺഷ്യസ് പവർ ആയിട്ട് നമ്മുടെ ഉള്ളിൽ കൂടെ വന്നിട്ട് then it energizes your mind intellect pair and they are fundamentally able to do all this: observe, describe, explain, interpret. അങ്ങനെ. പക്ഷേ ഇത് impartial ആയിട്ട് ചെയ്യുന്നതിന് വരെ പാർഷ്യൽ ആയിട്ട് ചെയ്യാൻ തുടങ്ങി നമ്മൾ. we become selfish. Every profession requires a certain capabilities of mind to work. അല്ലെ? ഇപ്പൊ ഇനിയിപ്പോ നമ്മളൊരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവന്ന് ഏത് പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സയന്റിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സയന്റിസ്റ്റിന്റെ മൈൻഡിന്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെ ആയിരിക്കണം? You should be able to collect facts, observe through observation
and then generalize based on patterns of observation and hypothesize and make inferences. എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇപ്പൊ അവർ മനസ്സിനില്ല എന്ന് വിചാരിക്കുക സയന്റിസ്റ്റിന്. ഹി ഈസ് നോ മോർ എ സയന്റിസ്റ്റ്. സോ ദ ഫണ്ടമെന്റൽ നേച്ചർ, ധർമ്മം പോയി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇമ്പാർഷ്യൽ ആയിട്ട് ആയി എന്ന് വിചാരിക്കുക. ഫാക്ട്, ഒബ്സർവേഷൻ, ജനറലൈസേഷൻ, അവിടെ എന്തെങ്കിലും സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചു. അപ്പൊ ആക്ച്വലി ഈസ് ലൂസിങ് ഹിസ് പൊസിഷൻ ആസ് എ സയന്റിസ്റ്റ്. That is what we should have. This is where that knowledge aspects come in for knowledge based selfless action. ജ്ഞാന കർമ്മ സന്യാസത്തിലേക്ക് വരണമെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ധർമ്മം, മനുഷ്യന്റെ ധർമ്മം എന്തൊക്കെയാണ്? ടു ഒബ്സർവ്, ടു ഡിസ്ക്രൈബ്, ടു എക്സ്പ്ലെയിൻ, ഇന്റർപ്രറ്റ്, റീസൺ, ജഡ്ജ്, ഡിഫറൻഷിയേറ്റ്, കണക്ട്, വണ്ടർ, ക്വസ്റ്റ്യൻ. അത് നമ്മളുടെ മാനവരാശിയുടെ ഗുണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയും മറ്റ് ആസ് മെനി അതേഴ്സ് ആസ് പോസിബിൾ ടു ബി ഹെൽപ്ഡ് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചാൽ, അപ്പോ നമ്മളുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബ്രഹ്മതത്വം നമ്മുടെ ഉള്ളിൽ ബ്രഹ്മയജ്ഞമായി മാറും. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ബ്രഹ്മയജ്ഞമായി മാറും. ഇതൊക്കെ ദിവസവും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ 3ാമത്തെ അധ്യായത്തിലെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കേസിലൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ബ്രഹ്മയജ്ഞം അല്ലെ, മറ്റേ ദേവയജ്ഞം, നൃയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, ബ്രഹ്മയജ്ഞം എന്നൊക്കെ പറയുന്ന 5 യജ്ഞങ്ങൾ. അതില് ബ്രഹ്മയജ്ഞം, ഇതൊക്കെ ബ്രഹ്മയജ്ഞമാണ്. അതായത് നമ്മളുടെ ശരിയായിട്ടുള്ള ധർമ്മത്തിലേക്ക് നമ്മളെ അങ്ങനെ ചെയ്യുന്നത്. എവരി പ്രൊഫഷൻ ഹാസ് ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതിലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, എൻഗേജിങ് ഇൻ എ പ്രൊഫഷണൽ ആക്ടിവിറ്റി, എംപ്ലോയിങ് ഓൾ ദ റിക്വയർഡ് ഡിസിപ്ലിൻസ് ഓഫ് ദ മൈൻഡ് ഇൻ ദ ബെസ്റ്റ് മാനർ ഈസ് ധർമ്മ. മനുഷ്യന്റെ ധർമ്മമാണത്. ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതേമാതിരി അങ്ങനെ ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആണ് നമ്മൾ 3ാമത്തെ അധ്യായത്തിൽ തന്നത്. ദ സ്റ്റാർ പെർഫോമൻസ് മോഡൽ in thought-powered workplaces, for example, അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ കുറെ കണ്ടിരുന്നു. ഈസ് all about the careful applications of these strategies that are based on dharma. നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് വീട്ടിലേക്ക് കുറെ സാധനങ്ങൾ അടിച്ചു മാറ്റാൻ അതാവരുത്. അതിന് പകരം നമ്മൾ ഹയർ ഗോൾസ്, ഗോൾ സെറ്റിംഗ്, ഓർഗനൈസേഷണൽ ഗോൾസ്, ടീം ഗോൾസ്, പ്രോഡക്റ്റ് ഗോൾസ്, പ്രോജക്ട് ഗോൾസ് എന്നൊക്കെ പറയുന്ന സംഗതികൾ, so that it helps humanity as many others as possible. That അതിനു വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ഉപയോഗിക്കുക. ഇനീഷ്യേറ്റീവ്, taking followership, characteristics of followership or leadership or self-managing your own self. Why? Not for my own, for everyone else. Appo automatically I also grow. That's a side effect of it. That comes automatically. അതൊക്കെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇതെല്ലാം ഈ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ധർമ്മത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓറിയന്റേഷൻ മനസ്സിന് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. സെൽഫ്ലെസ്നെസ്, വെറും സെൽഫ്ലെസ്നെസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്തിട്ടില്ല. അപ്പൊ അതിനുള്ള ആ നോളജ് ആസ്പെക്റ്റിന്റെ ഫൈനർ ഷെയ്ഡ്സ് കൃഷ്ണ ഇസ് ബ്രിങ്ങിങ് ഔട്ട് നൗ. അപ്പോ അതിന്റെ ഒരു പ്രാക്ടിക്കൽ റിഫ്ലക്ഷൻസ് എന്നുള്ളതിലാണ് ഞാൻ ഈ പോയിന്റ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. സോ we can every day in our workplaces we can see how much of the dharma that we are really doing, so that you actually look at the different perspectives of dharma and try to match that, and the power that we use, or the power that guides us to use our mind and intellect to stick to the dharma and do help others, to do good for the other, do good for others. അത് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിനെ തന്നെ, മനസ്സും ബുദ്ധിയും ശരീരത്തിനെ തന്നെ നമ്മളെ ഒരു അവതാരത്തിന് വേണ്ട സ്ഥലം അല്ലെങ്കിൽ ബൃന്ദാവനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഈ ഗോകുലവും ബൃന്ദാവനവും ഒക്കെ നമ്മൾ തന്നെയാണ്. ആ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് പൂതനാമോക്ഷവും ശകടാസുരവധവും കാളിയമർദ്ദനവും ഒക്കെ ചെയ്യാം നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ. അങ്ങനെ നമ്മള് that is basically what knowledge-based selflessness is all about. അതാണ് ജ്ഞാനകർമ്മ സന്യാസം എന്ന് പറയുന്ന അധ്യായത്തില് ആദ്യം തന്നെ കൊണ്ടുവന്ന് നമ്മളെ ആ ധർമ്മത്തിന്റെ ആസ്പെക്റ്റും ആ ധർമ്മത്തിന്റെ ച്യുതി എന്ത് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അത് നമ്മളുടെ മനുഷ്യന്റെ സ്വധർമ്മം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇതിനെ മേപ്പോട്ട് ഉയർത്തി കൊണ്ടുവരാം എന്നുള്ള ആസ്പെക്റ്റ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ നമ്മളുടെ ഈ ഭൂമണ്ഡലത്തില്, അത് നമ്മളുടെ പ്രവർത്തന മേഖലകളിലൊക്കെ എപ്പോഴൊക്കെ ധർമ്മച്യുതി ഉണ്ടാവുന്നുവോ, ആൻഡ് ദ റൈസ് ഓഫ് അൺറൈറ്റിയസ്നെസ്, ബൈ ദ റൈസ് ഓഫ് അൺറൈറ്റിയസ്നെസ് ദ സെൽഫ് എക്സ്പ്രസസ്, ആ പവർ അവിടെ എവിടുന്നൊക്കെ സ്പാർക്കായിട്ട് വരും. പലപ്പോഴും ഏറ്റവും മോശമായിട്ടുള്ള സ്റ്റേറ്റിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫോഴ്സ് വരുന്നത്. അതുവരെ വെയിറ്റ് ചെയ്തൊന്നും വരും ചിലപ്പോൾ. അങ്ങനെ ഉള്ള ഒരു എക്സ്പ്രഷൻ ഓഫ് ദ സെൽഫ്, അത് ആരുടെ മനസ്സിൽ കൂടെയാണ് വരുന്നത്?
എന്ന് നമുക്കറിയില്ല. അപ്പൊ അത് നമുക്ക് ഓരോരുത്തരുടെ മനസ്സിലും നമുക്ക് ആ അവതാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചാൽ that is definitely going to be elevating for humanity. Destruction of bad and അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാം. പ്ലഷർ സീക്കിങ്ങിനെ കൊല്ലുക. Can we do that? Then there is an avatar. നരസിംഹ അവതാരമൊക്കെ നമ്മൾ ഭാഗവത കഥകളിലൊക്കെ ഇത് തന്നെ പറയുന്നത് അല്ലെ. ഹിരണ്യ കശിപു, ദ ഗോൾഡ് ക്ലോത്ത്ഡ്, ഗോയിങ് ആഫ്റ്റർ ദ പ്ലഷേഴ്സ് ഈസ് ദ ഗോൾഡ് ക്ലോത്ത് തോട്ട്. നമ്മുടെ മനസ്സിൽ ഈ പ്ലഷറിന്റെ പുറകെ പോകുന്ന ആളാണെങ്കിൽ then we are gold clothed. അതായത് we are instantly seeking happiness, pleasures, the glittering thingsന്റെ പുറകെ പോകുന്ന ആള്. ആ ഗ്ലിറ്ററിങ് തിങ്സ് എന്നെ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ ഹിരണ്യകശിപുത്വത്തിനെ നമ്മൾ അവിടെ നിന്ന് മാറ്റി ആത്മതത്വത്തിലേക്ക് എത്തിച്ചിട്ട് ഏറ്റവും എന്താ പറയാ ഒരിക്കലും നഷ്ടപ്പെടാത്തതായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വളരെ സന്തോഷത്തിന്റെ ദായകമായിട്ടുള്ള പ്രവർത്തന മേഖലകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പ്രഹ്ലാദത്വത്തിലേക്ക് നമ്മൾ ഉയരുക. പ്രഹ്ലാദൻ അവിടെ വിജയിക്കണമെങ്കിൽ ഈ ഹിരണ്യകശിപുവിനെ കൊല്ലണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് നമ്മളുടെ ഉള്ളില് നരസിംഹം അവതരിക്കണം. അതായത് മനുഷ്യന്റെ ചിന്താശക്തിയും സിംഹത്തിന്റെ എന്താ പറയാ എന്താ പറയാ the power of the energy and power with which we can prevent ourselves from going after the path of pleasure എന്ന് പറയുന്ന ആ ഒരു ഗർജന ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ആ മനുഷ്യനും സിംഹവും കൂടി ചേർന്ന് വരുന്ന രണ്ട് ഫോഴ്സുകളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം. സെൽഫിന്റെ ഉള്ളിൽ നിന്ന് സെൽഫ് എഫേർട്ട്, ത്രൂ സെൽഫ് എഫേർട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ഹിരണ്യകശിപു മരിക്കും, ഹിരണ്യകശിപുവിനെ കൊല്ലും. പ്രഹ്ലാദത്വത്തിലേക്ക് നമ്മൾ ഉയരും. ദിസ് ഈസ് പ്രഹ്ലാദവധം, മറ്റേ പ്രഹ്ലാദ ചരിതം, ഹിരണ്യകശിപു വധം എന്ന് പറയുന്ന നമ്മുടെ ഭാഗവതത്തിലത്തെ കഥ. ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന അവതാരമാണ്. നരസിംഹാവതാരം നമ്മുടെ ഉള്ളിൽ നടത്തണം. That power of the self from within us comes down in the form of our discriminative capabilities and the power of dispassion. So discriminative capability and the vigor and power of dispassion joins together to become the Narasimha within us and kills the Hiranyakashipu, our tendencies to go after the path of pleasure എന്ന് പറയുന്ന ആ അവതാരം നമ്മുടെ ഉള്ളിലുണ്ടായി. അപ്പോൾ that is what ഇവിടെ പറയുന്നത്. Wherever there is a decline of righteousness and the rise of unrighteousness, then the self will express for the protection of the good and the destruction of the bad and the pleasure seeking. And for establishment of righteousness, the self resurrects. അങ്ങനെ the self resurrects man. മനുഷ്യനെ തന്നെ മേപ്പോട്ട് ഉയർത്തുവാനായിട്ട് ഈ അവതാരങ്ങളെ സഹായിക്കും. സെൽഫ് ഡിസെൻസ് ടു ഇറങ്ങി വരുന്നതിനെയാണ് അവതാരം എന്ന് പറയുക. അവതാർ ടു മേക്ക് ഹിം ആക്ട് ഇൻ വണ്ടർഫുൾ വേസ്. അപ്പോൾ ആ ആത്മതത്വം നമ്മളുടെ ഉള്ളിലേക്ക് വന്ന് അപ്പൊ അതൊക്കെ അതിനെല്ലാം ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് BMI. ആ അവതാരത്തിന് വന്ന് പ്രസാദിക്കാൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് BMI എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ BMIയെ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റണം. അങ്ങനെ വരുമ്പോഴാണ് സൊസൈറ്റിയിൽ മാറ്റം വരുന്നത്. അതല്ലെങ്കിലോ നമ്മൾ ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മളുടെ ഹിരണ്യകശിപുകളായിട്ട് നടക്കും, പ്രവർത്തിക്കും, അവര് ഉയർന്നു വരികയും നമ്മളെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അവസാനം. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട്. അപ്പൊ we are not becoming a leader then. The real leadership comes when the avatar comes down and helps you to get over this limitations, limited thinking. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ BMIയെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റണം. ആരുടെ ഇൻസ്ട്രുമെന്റ്? സെൽഫിന്റെ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റണം. So each BMI is an instrument in the hands of the self എന്ന് പറയുന്ന ഫീലിംഗോടുകൂടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുക. എന്ത് വീട്ടിലാണെങ്കിലും ശരി, പ്രവർത്തന മേഖലകളിലാണെങ്കിലും ശരി, my BMI is only an instrument in the hands of the self എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അവതാരങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുക അവതാരങ്ങൾ. If we know and understand this, the power of the self and how the self gets manifested in our BMI and therefore in our thoughts and actions, there is no bondage for such people and the actions that we perform. നമ്മൾ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടും അങ്ങനെ വരുമ്പോൾ. അതാണ് 4-9. And these, therefore, because the actions are merged in the self, അതാണ് that mode of action അതിലേക്ക് എത്തും. Free from attachment, fear and anger, fully absorbed in the Atma Tattvam, joys of the self,
taking refuge only in the self, purified by the fire of knowledge of the self. Many have attained perfection in being. അങ്ങനെ ഒരുപാട് ആളുകൾ പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് എക്സാമ്പിൾ പറയാം. അപ്പൊ ഇതൊക്കെ അർജുനനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അർജുനനെ കൃഷ്ണ ടു മേക്ക് അർജുന റീവൈറ്റലൈസ്ഡ്. ദാറ്റ് ഈസ് അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സോ ദാറ്റ്സ് ബേസിക്കലി വാട്ട് ഹാപ്പൻ. ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. അപ്പൊ എങ്ങനെയാ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്? when it comes descending into your memory, mind, intellect, emotions and sensations and strengthens the body. Adana, that is avatar. Joys of the self coming down in all your actions, in your memories, in your, the experiences that you store, and ready to fire, and the ideation of the intellect, the feelings and emotions in the mind, sensations of the senses, every cell in your body. That self coming down and revitalizing you is the avatar that is required in each mind. That is basically what Krishna is talking about here. Angane varumbol what happens is the raga dveshangalakka mari bhakti prema karuna ennakka parayunna qualities aayittu maarunnu manasinte ullil. From raga bhaya and krodha, vida raga bhaya krodha, raga bhaya krodha, exterminating all those things. What happens is it becomes Bhakti, Prema, Karuna. And then what happens is, adile parayunna Vidaraga Bhayakrodha Manmaya Mam Ubhasrida Bhagavo Jnana Tapasa Putha Madhavam Agadaha. അങ്ങനെ ഒരുപാട് ആൾക്കാര് മാധവം എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. മാധവം, ഗ്രേസ്, മധു, മാധവം, grace, perfection, sweetness എന്നാണ് അതിന്റെ അർത്ഥം. മധു. അപ്പോ people can become graceful, perfect, sweet. എങ്ങനെ? How? When the self, the power of the Atman, the infinite coming as the self, infiltrates your ego, the intellect, mind, the senses, and the prana. താഴെ ഇറങ്ങി വരുമ്പോൾ then it is all, it infiltrates എന്ന് പറഞ്ഞാൽ നമ്മുടെ reflections will be bhakti, premam, karuna, of devotion, love and compassion. And that is madhavam, the state of madhavam. നമ്മളൊക്കെ മാധവന്മാരായി മാറും. അതാണ് ഇതില് നമുക്ക് this is how our knowledge of the self needs to be translated into a plan for refining our mind to take us to that state of madhavam. Okay, അതാണ് ഈ ശ്ലോകത്തിൽ 4:10. മദ്ഭാവം എന്ന മദ്ഭാവത്തിൽ നിന്ന് തന്നെയാണ് മാധവം എന്നുള്ള സ്റ്റേറ്റും വരുന്നത്. അതിന്റെ മദ്ഭാവം എന്ന് പറഞ്ഞാൽ സെൽഫിന്റെ ഭാവം. അതെ, അപ്പൊ അതിൽ എന്റെ ഭാവം എന്ന് കൃഷ്ണൻ പറയും. അപ്പോ എന്റെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ മാധവൻ എന്ന് പറയുന്ന വാക്യം അതിൽ നിന്ന് തന്നെയാണ് വന്നത്. മാധവൻ, എന്റെ ഭാവത്തോടു കൂടിയവൻ എന്ന് പറയും. എന്റെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ്. മത്ത് എന്ന് പറഞ്ഞാൽ സെൽഫ് എന്ന് എടുക്കണം നമ്മൾ. അപ്പൊ എന്റെ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഒരു ഔട്ട്വേർഡ് എൻറ്റൈറ്റി ആയിട്ട്, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു എൻറ്റൈറ്റി, പുറമേ ഇരിക്കുന്ന ഒരു എൻറ്റൈറ്റി പറയുന്നതായിട്ട് എടുക്കുന്നതിന് പകരം എന്റെ സെൽഫിന്റെ ഭാഗം, ജോയ്സ് ഓഫ് ദ സെൽഫ്, അതിലേക്ക് ഞാൻ ഉയർന്നു വരുന്ന ആ സ്റ്റേറ്റ്, മത് ഭാവം, അതാണ് മാധവം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്. ഓക്കെ, ഇത് നമുക്ക് ദിവസവും നമ്മളുടെ പ്രവർത്തനത്തിലും ചിന്തയിലും പ്രവർത്തനത്തിലും ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വ്യത്യാസം, ജീവിതം, വീട്ടില്, ജോലി സ്ഥലങ്ങളില്, നമ്മളുടെ സുഹൃത്തുക്കളോട്, നമ്മളുടെ മറ്റേ എന്ത് മണ്ഡലങ്ങളാണെങ്കിലും ശരി, അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്താൻ ഈ ജോയ്സ് ഓഫ് ദ സെൽഫ് ഇങ്ങനെ ഒഴുക്കി കൊണ്ടുവരണം. നമ്മുടെ എല്ലാ മനസ്സിൻ, ബുദ്ധി, ശരീരത്തിലൂടെ കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ് ഭക്തി, പ്രേമം, കരുണ, ഡിവോഷൻ, ലവ് ആൻഡ് കമ്പാഷൻ ആയിട്ട് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഗതി. അപ്പോ മധു, മാധവം, ഗ്രേസ്, പെർഫെക്ഷൻ, സ്വീറ്റ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്, ദ മാനിഫെസ്റ്റേഷൻ, ഇത് ഈ പറയുന്ന സെൽഫ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് കൊണ്ടിരുന്ന അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി ഞാൻ ഇവിടെ പറയുന്നത്. എങ്ങനെയാണ്, ഹൗ ഡസ് ഇറ്റ് കം ഡൗൺ? ദ സെൽഫ്, ദ ബ്രഹ്മൻ ആസ് ദ ഇൻഫിനിറ്റ് സെൽഫ് comes down as the individual self within us, and എന്നിട്ട് എന്താ ചെയ്യുക? Creative. It becomes the power of self within us that makes us creative and be innovative in our actions. It makes us maintain our skills and capabilities
becomes the power that destroys negative and evil qualities. അപ്പൊ 3 ശക്തികളാണ്: the creative power, the maintaining power and the destructive power എന്ന് പറയുന്ന ത്രിമൂർത്തികളായിട്ടാണ് ആദ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അവതരിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പൊ ആദ്യം ഈ ബ്രഹ്മതത്വം നമ്മളുടെ ഉള്ളിൽ വന്നിട്ട് ത്രിമൂർത്തികളായിട്ട് അവതരിക്കുന്നു. The power to be creative, the power to maintain and be productive, the power to destroy all the evil and negative qualities ആയിട്ട് മാറുന്നു. That's the triumvirate of Brahma, Vishnu and Shiva exist right within us as transcendental powers of the inner self, waiting to be tapped. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ചെയ്യണം. Creative, the power of thought, knowledge that helps us shape our actions to create and help the environment in which we live. അപ്പോ ഈ ക്രിയേറ്റീവ് പവറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോളജ് വേണം. ബ്രഹ്മാവിന്റെ കൂടെ സരസ്വതി ദേവി ഉണ്ട്. Then maintenance power, the power of the self effort, പുരുഷാർത്ഥം, നമ്മുടെ ഉള്ളിൽ തന്നെ പവറിനെ കൊണ്ടുവന്ന് to tap the productive potentials within, നമ്മളുടെ wealth of divine talents, divine capabilities, productive powers, nourishing them, helping them to be sustainable. അപ്പൊ ആ ഡിവൈൻ വെൽത്ത്, ദാറ്റ് ഈസ് മഹാലക്ഷ്മി, ലക്ഷ്മി ദേവി, മഹാവിഷ്ണു ആയിട്ട് കൂടെ കൺസേർട്ട് ആയിട്ടുള്ള മഹാലക്ഷ്മി ദേവിയായിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അവതരിച്ചിരിക്കുകയാണ്. ആൻഡ് ദെൻ ദ ഡിസ്ട്രക്റ്റീവ് പവർ, ദ പോസിറ്റീവ് പവേഴ്സ് ഓഫ് ദ ഇന്റലക്ട്, discriminative capability, the negative tendencies and evil and bad qualities, and burn them to ashes. ശിവൻ, അതാണ് ശിവൻ ഇങ്ങനെ ചുടലക്കളത്തിൽ ഇരിക്കുന്ന ശിവനെ പ്രതിദാനം ചെയ്യുന്നത്. ആൻഡ് ദ പവർ ഓഫ് പാർവതി ദേവി, ദ ഡിസ്ക്രിമിനേറ്റീവ് കേപ്പബിലിറ്റീസ് വിത്തിൻ us നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ ബ്രഹ്മാവും സരസ്വതി ദേവിയും, ബ്രഹ്മദേവനും സരസ്വതി ദേവിയും, പിന്നെ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും, പരമശിവനും പാർവതി ദേവിയും എല്ലാം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ഇനി are we tapping these 3 powers? അതിലെ ഏറ്റക്കുറച്ചിലുകളുണ്ട് നമ്മൾ. അതാണ് ആദ്യം തന്നെ അവിടെ വന്ന് ആ ക്വാളിറ്റീസിൽ വരുന്നു നിൽക്കുകയാണ്. അത് നമ്മൾ എങ്ങനെ ടാപ്പ് ചെയ്യണം എന്നുള്ളത് അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ശക്തികൾക്ക്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൽഫ് പവർ, സെൽഫ് എഫേർട്ട്, പുരുഷാർത്ഥം ഉപയോഗിക്കണം. ആർ വി ഡൂയിങ്? അതായത് മഹാവിഷ്ണു ആയിട്ട് അവതരിക്കണം. മഹാവിഷ്ണുവിന്റെ അവതാരം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. സെൽഫ് എഫേർട്ട്, പുരുഷാർത്ഥം, അല്ലെങ്കിൽ വാട്ടെവർ എന്ത് ഫോമിലാണ്, മത്സ്യക്കൂർമ്മ, വരാഹം, നരകരി, വാമനൻ, ഭാർഗവരാമൻ, അങ്ങനെ ആയിട്ട് നമ്മുടെ ഉള്ളിൽ അവതരിച്ച ഓരോ സമയത്തും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ആ ത്രിമൂർത്തികളെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ സാധിക്കണം. അതാണ് നമ്മളുടെ ആ ജ്ഞാനമാണ് സെൽഫ്ലെസ്നെസ്സിലേക്ക് കൊണ്ടുവരുന്നത്. വെറുതെ സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതില് നമ്മൾ ഈ മാത്രമല്ല, അവരുടെ കൺസേർട്സ്, റൈറ്റ് സൈഡിനെയും കൂടി അതും കൂടെ കൊണ്ടുവരാം. നോളജ്, ഡിവൈൻ വെൽത്ത്, ദ പ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റീസ്, അതൊക്കെ എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരാം. ഇല്ല, എന്ത് ടൈപ്പ് കഴിവുകളും അതൊക്കെ ആവുന്നത്ര കഴിവുകളെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് മഹാലക്ഷ്മിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ നോളജ്, സരസ്വതി ദേവിയുടെ നോളജിന്റെ ആസ്പെക്റ്റുകളും, ആൻഡ് ഓൾസോ ദ ഡിസ്ക്രിമിനേറ്റീവ് കേപ്പബിലിറ്റീസ്, നമ്മുടെ ബുദ്ധിശക്തി വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഡിസ്ക്രിമിനേറ്റീവ് കേപ്പബിലിറ്റീസ്, പാർവതിയായിട്ടുള്ള ശ്രമം നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ദി സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ഇപ്പോ ഇത് സാധാരണ എന്താ പറ്റുക, ഈ അവതാരങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് പകരം നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലത്തെ സത്വരജസ് തമോ ഗുണങ്ങളുടെ ആധിക്യം കാരണം, എസ്പെഷ്യലി രജസ്, അതിന്റെ ആധിക്യം കാരണം പലപ്പോഴും നമ്മൾ വി ആർ ഇൻ ടു ദാറ്റ് ലൂപ്പ് ഓഫ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവിതത്തിൽ തന്നെ. ഹോപ്പ് ആൻഡ് എസ്പയർ, പിന്നെ സംടൈംസ് വി ആർ കോൺഫിഡന്റ്, other times we are apprehensive about our situations. We are sometimes very positive, we are sometimes negative, very negative. We are lively at some times and we are slothful at other times. We are enthusiastic at some times and nonchalant
and a demeanor of non-challenge at other times. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻസിൽ ഒരു ദിവസം എടുത്താൽ നമ്മൾ എന്താ ഇന്ന് ചില സമയത്ത് പോയി enthusiastic, ചില സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കും, ചില സമയത്ത് ലൈവ്ലി, ചില സമയത്തൊന്നും ചെയ്യില്ല. അങ്ങനെയുള്ള കണ്ടീഷനിലേക്ക്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മുടെ സെൽഫിനെ അങ്ങനെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. സെൽഫിന്റെ ശക്തിയെ മറച്ചു വെക്കുകയാണ്. അങ്ങനെ മറച്ചു വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് cycle of birth and death എന്ന് പറയുന്നത്. When you are despair, when you are in despair, apprehensive, when you are fully negative, when you are slothful, when you are non-challenge, ruled by non-challenge, what happens is you are dead. You are as good as dead. But when you are hopeful, confident, positive, lively and enthusiastic, you are lively, you are living. So you have to be living. You should not die. ഇത് പക്ഷെ മനുഷ്യൻ എപ്പോഴും ചില സമയത്ത് ഇവിടെ, ചില സമയത്ത് അവിടെ, അങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് പോകുന്നു. Sometimes we are ready to take on the world, that is life. Sometimes we run away from the world, that is death. Arjuna wanted to run away from the world. അപ്പോൾ ശ്രീകൃഷ്ണൻ പിടിച്ചു, ശ്രീകൃഷ്ണൻ അടുത്ത് ചെന്നു, ശ്രീകൃഷ്ണൻ പിടിച്ചു വരുത്തിയില്ല, അർജുനൻ അങ്ങനെ ഒരു മനസ്സുണ്ടായി ചെല്ലാൻ. And then he was making him ready to take on the world. That is Bhagavad Gita. That is basically what we are seeing. So, പിന്നെ now ശ്ലോക വേർഷൻ 11ലേക്ക് കിടക്കുമ്പോൾ, in whatever manner we approach the self. ഓക്കെ, അങ്ങനെ ഈ സെൽഫിനെ നമുക്ക് കൊണ്ടുവന്ന് ടാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആയ BMIയുടെ ഉള്ളിൽ കൂടെ പ്രവർത്തിപ്പിച്ച് നമുക്ക് ഇങ്ങനെ കയറി പോകണം. പക്ഷേ ഇൻ വാട്ട് എവർ മാനർ, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം, അതായത് മരണവും ജനന മരണങ്ങളുടെ ഉള്ളിൽ അകപ്പെട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള തിങ്കിങ്ങിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇൻ വാട്ട് എവർ മാനർ, ദെൻ കൃഷ്ണ ഇസ് നൗ ഗിവിംഗ് മോർ ഹോപ്പ്. ഇൻ വാട്ട് എവർ മാനർ we approach the self, you will be rewarded. Everyone follows the path of the self. ഈ path self എങ്ങനെ വന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു ആ വഴി കൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് ഇന്റലക്ട് is only an instrument. It is how you tap the power of the self, and the self then goes through your BMI, and the BMI now takes control of, because of the gunas, and then takes us in different paths. That's all. Those who desire for success in productivity make sacrifices to the productive potentials and gain quick returns by developing productive capabilities ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, എനിക്കത് വേണം, എനിക്ക് ഇത്ര നല്ല കഴിവുണ്ടാവണം, എനിക്ക് നല്ലൊരു പാട്ടുകാരനാവണം എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കേപ്പബിലിറ്റീസ് ഇൻ മാത്തമാറ്റിക്സ് ഐ വാണ്ട് ടു റേസ് ഇറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഐ വാണ്ട് ടു ബിക്കം എ ഗുഡ് ഡാൻസർ, ഐ വാണ്ട് ടു ബിക്കം എ ഫുട്ബോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആ പ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യലിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, മേക്ക് സാക്രിഫൈസസ്, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് കർമ്മയോഗത്തിൽ പറഞ്ഞു സാക്രിഫൈസ് ഇസ് വാട്ട് ടേക്സ് യു ടു പെർഫെക്ഷൻ. ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സാക്രിഫൈസ് ആണ്. സോ ഇഫ് യു മേക്ക് സാക്രിഫൈസസ് ഫോർ ഗെയിനിങ് ദ പ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ദാറ്റ് യു ഡിസയർ, then you are definite to get that by developing that productive potential. And then he went on to say that the 4 divisions of human society based on aptitude and vocation were created by the power of the self expressing through the BMI. മനസ്സും ബുദ്ധിയും ശരീരത്തിലൂടെ ഈ പറയുന്ന ശക്തി, ആത്മതത്വം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായതാണ് 4 ക്ലാസസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പൊ സെൽഫാണ് പ്രവർത്തിപ്പിച്ചിട്ട് 4 ക്ലാസുകൾ ഉണ്ടാക്കിയതെങ്കിലും സെൽഫ് ഈസ് ഇംപാർഷ്യൽ, ഇറ്റ് ഡസന്റ് റിയലി ഡു എനിത്തിങ്. Though the self is the author of this system of division of labor, one should know that the self does nothing directly, and the self is because the self is eternal and it is powerful everywhere. എല്ലാവരെയും നമ്മൾ ഒരു ക്ഷത്രിയന്റെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കുന്ന ശക്തിയും ഒരു ശൂദ്രന്റെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കുന്ന ശക്തിയും ഒരു ബ്രാഹ്മണന്റെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കുന്ന ശക്തി ഒരേ ശക്തിയാണ്. So what is making, so it is actually making them kshatriya, whatever. Our power is the impelling force is there, but then the characteristics is made because of the BMI. So the self is not is not doing anything in terms of making him kshatriya or shudra or vaishya. Adana avada parayunnathu. The 4 divisions of human society based on aptitude and vocation were created by the powers of the self expressing through the body, mind and intellect. Though the self is the author of the system of division of labor, one should know that the self does nothing and the self is eternal. അത് നമ്മൾ എങ്ങനെ നമ്മുടെ ഗുണങ്ങളെ
ടാപ്പ് ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അത് ഇനി അതിന്റെ കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. ആക്ഷൻസ് ഡു നോട്ട് പൊല്യൂട്ട് ദ സെൽഫ്. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും സെൽഫിനെ ഒരിക്കലും അത് പൊല്യൂട്ട് ചെയ്യുന്നില്ല. Nor does self have any desire for the fruits of those actions. നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെയാണ്, എൻ്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളാണ്, അല്ലാണ്ട് സെൽഫിന്റെ ആഗ്രഹങ്ങളല്ല. He who knows the self thus is not bound by actions. അങ്ങനെ നമ്മൾ സെൽഫിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ we are not limited by the action. അത് എന്താണെന്ന് we'll discuss. Those seekers of liberation from limitations, ഈ ലിമിറ്റേഷൻസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹമുള്ള എല്ലാവരും, ആൾക്കാർ ആരെങ്കിലും, അവരൊക്കെ from ancient times, പണ്ട് കാലം മുതലേ തന്നെ, having known this, performed work with this attitude of the joys of the self. അങ്ങനെയുള്ളവർക്ക്, ഈ ലിമിറ്റേഷനിൽ നിന്ന് കടക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ആത്മതത്വത്തിൽ, ആത്മനിർവൃത്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജോലി ചെയ്തിരിക്കുന്നത്. Therefore, we must also perform our work as did the selfless ancients. പണ്ട് കാലത്ത് ഈ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. Therefore എന്നാണ് അവിടെ പറഞ്ഞത്. So it is the power of the self which comes down into the mind intellect equipment as the power of thought, productivity, and which gets influenced by gunas. All our intentions and motivations and attitudes are, geared towards the boy. നമ്മളെ മാറ്റിയെടുത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് ഒന്നും കൂടെ ഞാൻ ആ പടത്തിൽ കാണിച്ചു. ജോയ്സ് ഓഫ് ദ BMI ആയിട്ട് നമ്മൾ മാറ്റുകയാണ്. എന്നിട്ട് ആ ജോയ്സ് ഓഫ് ദ BMI എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് ഗെയിൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പുറമേ ഉള്ള നമുക്ക്, അതായത് എൻ്റെ ആത്മതത്വത്തിന്റെ സന്തോഷം, ആത്മനിർവൃത്തിക്കല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, എൻ്റെ മനസ്സിന്റെ സുഖത്തിന്, എൻ്റെ ശരീരത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായി ഫോക്കസ് മാറുന്നു. ദാറ്റ് ഈസ് എക്സ്ട്രേനിയസ്, എക്സ്ട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻസ് ആണ്. അപ്പൊ എക്സ്ട്രിൻസിക് ഗെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായി മാറിയതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഈ ഗുണങ്ങള്, രജോ ഗുണം, തമോ ഗുണം, സത്വ ഗുണം, ഇത് ആസ് നോളജ്, ഇഗ്നറൻസ് ആൻഡ് പ്രൊജക്ഷൻ. സത്വഗുണം, തമോ ഗുണം ആൻഡ് രജോ ഗുണം, നോളജ്, ഇഗ്നറൻസ് ആൻഡ് പ്രൊജക്ഷൻ ആയിട്ട് നമ്മുടെ മനസ്സിന്റെ, നമ്മുടെ കേപ്പബിലിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക ചെയ്യുന്നത്. ടു ഒബ്സർവ്, ടു ഡിസ്ക്രൈബ്, ടു എക്സ്പ്ലെയിൻ, ടു ഇന്റർപ്രറ്റ്, റീസൺ, ജഡ്ജ്, ഡിഫറൻഷിയേറ്റ്, കണക്ട്, വണ്ടർ ആൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മനുഷ്യധർമ്മം, മനുഷ്യന്റെ ധർമ്മമാണത്. ഇത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനസ്സുള്ളവൻ എന്നർത്ഥം. അപ്പൊ മനസ്സ് ഉള്ളവൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഫങ്ഷൻസ് ആണ് നമ്മുടെ മെയിൻ ധർമ്മം എന്നർത്ഥം. അത് ഈ നോളജ്, ഇഗ്നറൻസ് ആൻഡ് നമ്മളുടെ പ്രൊജക്ഷൻ influences these things and makes us either creative, gainful, skilled and productive. Either nalla, it can be any of those. Mix ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട് പലപ്പോഴും. ഇത് 4 ക്ലാസ്സസ് ആയി മാറുന്നു. ആ 4 ക്ലാസ്സസ് ഒന്ന്, the properties of nature, knowledge, ignorance and projection, the capacities of the mind, the observing capability, describing capability, explaining, etc., combines together to create the work output that we have. We become creative, productive, gainful, skilled, etc. Physical and those mental, physical and intellectual capabilities ആയിട്ട് outward വേൾഡിലേക്ക് പ്രൊജക്ട് ചെയ്ത്, ആക്ഷൻസ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നത്, nature of our work. So it is about the gunas, properties, ultimately, and the work, the karma, guna karma. ഇത് രണ്ടും ആയിട്ട് നമ്മളെ ഡിഫറെന്റ് ക്ലാസ്സസിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. Of Brahmin, creating new concepts and ideas, the capability to create new concepts and ideas, the capability to mentor and do coaching activities ആയിട്ട് മാറുന്നു. ചിലവര് they become, താഴത്ത് നോക്കാം, ക്ഷത്രിയ, leadership, operations, management, executing things, optimizing and making things efficient, etc. The ruling kshatriya. And Vaishyas, some people are able to create businesses out of various endeavors. They can balance things and maybe also maintain the environment, angantha activities ഒക്കെ ചെയ്യാം. Business and finance level, that is the Vaishya aspect. And some people are capable of doing service to the best manner possible, dexterous and skilled. Implementation, they are very good in implementation. And such people are the Shudras. None of them are one above the other or anything. They are all equally important. Suppose any one of this type of people are not there in any organization or in the society, then let us say the society is full of people who create new ideas, people who can coach and mentoring. Only nobody is able to do
business or take leadership or do service. Just imagine what will happen. Absolutely useless. Like that, each one of them, if only they are present, nothing can be achieved. If all four are there, our systems will become growth oriented. They are important. So basically, it's and the power of the self instead of the extrinsic gains. That is what Gita, that selflessness is knowledge-based selflessness that this chapter is talking about. Where, guna and karma combine together to produce the classes that operate in this world. In നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ ഇതുണ്ട് ഈ ക്ലാസ്. നമ്മൾ ചില സമയത്ത് ബ്രാഹ്മണനായിട്ട് പ്രവർത്തിക്കും, ചില സമയത്ത് നമ്മൾ ശൂദ്രനായിരിക്കാം, ചില സമയത്ത് നമ്മൾ വൈശ്യനാവും മാറും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ ഉള്ളിൽ തന്നെ ഇതുണ്ട്. ഓരോ സ്ഥലങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ ചിലപ്പോൾ ബ്രാഹ്മണനായിരിക്കാം, അല്ല ഓഫീസിൽ പോയിട്ട് വലിയ സയന്റിസ്റ്റ് ആണ്, ക്രിയേറ്റ് വാട്ടവർ, ബ്രാഹ്മണൻ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഭാര്യ പറയും അടിച്ചു വരാൻ പറഞ്ഞാൽ അടിച്ചു വരും, മനസ്സിലായി? അങ്ങനെ ശൂദ്രനായിട്ട് പ്രവർത്തിക്കാം. അപ്പൊ നമ്മൾ ഓരോ ലെവലിൽ ഓരോ സംഗതികൾ ചെയ്യാം. അപ്പൊ അതുപോലെ ചെയ്യുന്ന രീതികളിൽ തന്നെ നമുക്ക് ബ്രാഹ്മണത്വവും ക്ഷത്രിയത്വവും ഒക്കെ കാണാൻ പറ്റും. ചില സംഗതികൾ നമ്മൾ ഓഫീസിൽ ചെയ്യുന്ന പണികൾ, if we are able to manage that in the most optimal manner possible and make efficiency our watchword and keep on progressing in the way we do things, then we are a kshatriya in thought. If we are able to create new knowledge and then also to teach others and mentor others, then at that time we are brahmana and research and development, etc. Chala samayatha we actually see, okay, we have done this, why for, what for, how can you make it better so that it can be sold, more number of products can be sold, or more number of people can be benefited, or the environment can be made better. Then we are a Vaishya. Or sometimes we'll actually sit and do things and be very fast, efficient, doing it. Then we are a Shudra. So especially youngsters and all, they have to go through all this. And they have to actually tap the Shudra power, tap the Kshatriya power, tap the Vaishya power, and tap the Brahmana power in thought power industries. It is very much required. And unless and until you can switch between these levels. So that is, a fundamental classification is what Krishna is giving here. This actually, we can even see this in the physical world of our economy. The economic world outside is powered by science, engineering, technology, and tools. It is our manishinte matral classification allathu. Even systems that we create are classified into four. That is, systems that bank on science, engineering, technology, and there has to be a science behind it. And science is not enough. If we cannot translate the concepts of science into something tangible in the world of man for his use, engineering, and for that, how to do that? You need to have the technology for that. Then only you can actually really make fundamental use of that, whatever is engineered. And that technology is made of tools, and people have to work on tools. So science, engineering, technology, and tools are the four fundamental classes of economic activities that will power any in human engineered world. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലോകത്തിൽ തന്നെ നമുക്ക് ആ 4 ക്ലാസ് കാണാനായിട്ട് സാധിക്കും. എല്ലാത്തിലും ഇപ്പൊ ഏത് ഫീൽഡ് ഓഫ് എൻഡവർ എടുത്തു കഴിഞ്ഞാലും പീപ്പിൾ ക്യാൻ വർക്ക് അറ്റ് ദ സയൻസ് ലെവൽ, പീപ്പിൾ ക്യാൻ വർക്ക് അറ്റ് ദ എഞ്ചിനീയറിംഗ് ലെവൽ, പീപ്പിൾ ക്യാൻ വർക്ക് അറ്റ് ദ ടെക്നോളജി ലെവൽ, ആൻഡ് പീപ്പിൾ ക്യാൻ വർക്ക് അറ്റ് ദ ടൂൾസ് ലെവൽ. അങ്ങനെ 4 വിധത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് യു വിൽ ഫൈൻഡ് പീപ്പിൾ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. ആൻഡ് ഒരു ടൂൾസിന്റെ എക്സ്പേർട്ട്, അയാൾക്ക് he can only work with tools, very good, dexterous ആണ്. അയാളെ പിടിച്ച് R&D കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ nothing will come out of him. And similarly, complete highly intuitive ആയിട്ടുള്ള thought powered ആയിട്ട് ഇരിക്കുന്ന ഒരു സയന്റിസ്റ്റ് who can think and create ideas, പിടിച്ചിട്ട് സാധനങ്ങളെ പ്രൊഡക്ഷൻ ലൈനിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രൊഡക്ഷൻ ലൈൻ കംപ്ലീറ്റ് താറുമാറാവും. So, how intermixing of caste is what Gita says will create problem. So, we have to understand that. So, adana admixturing of caste system padilla ennu Gita parnittunengil adu idukondana. But through training, and because the self is all powerful, BMI can be changed, where a Brahmin
pure Brahmin can also become a Shudra, and or a pure Shudra can also become a Kshatriya or a Brahmin. It is possible, definitely. But when you show specific traits, don't mix it, and without the other qualities being developed. Appo adu develop cheyan sadhikkum karanam Krishnan thanne parayunde. When if you actually focus on this thing, ananyaschintayanto mam ejanaha parivasate tesham nityabhiyuktanam yogakshemam mahamiyaham. If you really focus and do it, then whatever qualities you have will be replenished, and without the qualities that you do not have can also be added. Yoga and Kshema, both is possible. Both are possible if you can tap the self with self-effort. അപ്പോൾ ഇത് നാലില്ലാണ്ടും നമുക്ക് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ okay, just to summarize these things, that is your നമ്മുടെ attitudes, motivations, attitudes and aptitudes. മൂന്നും കൂടെ കൊണ്ടുവരികയാണ് അവിടെ. Joys of the self, joy, the attitudes of yajna, tyaga, samarpana, prasada bhavas, cooperation, sacrifice, favorable reception and dedication എന്ന് പറയുന്ന അത് അതിൻ്റെ കൂട്ടത്തിൽ the power of creativity, productivity, business and work, the aptitudes, when conjoined together, powering our intentions, നമ്മുടെ intentions-നെ fire ചെയ്യണം നമ്മൾ. അത് then that with our neocortical capabilities of the thought power, perception and thinking എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ബ്രെയിനിന്റെ കേപ്പബിലിറ്റീസും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ we become a star Kshatriya or a Brahmin or a star Vaishya or a star Shudra. A star Shudra is somebody whose work aptitude, and he works with all aptitude, correct aptitudes is the nature of a star worker. Right attitudes. Business aptitude with all right attitudes is a star Vaishya. Productive aptitude with all the right attitudes will become a star Kshatriya. And a creative aptitude with all the right attitudes is the nature of a star Brahmin. So combining guna karma, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റാർഡം, ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ദ ക്ലാസിഫിക്കേഷൻ. ഇനി ഈ നേച്ചർ എങ്ങനെയാണ് ഇത് അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക, ജസ്റ്റ് ബ്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് ഇത് സത്വരജസ് തമോ ഗുണങ്ങൾ ഇൻ ആക്ഷൻ ഇൻ യുവർ മൈൻഡ്. ഹൗ ഈസ് ഇറ്റ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് ഹാപ്പനിങ് ബൈ സ്ട്രോങ് ഫോഴ്സ് ഓഫ് ഹാബിറ്റ്, ഒരു രജസ് ആണത്, ആൻഡ് എ വീക്ക് ഫോഴ്സ് ഓഫ് നോളജ്, ദാറ്റ് ഈസ് ഓൾസോ അനദർ. രജസ് അല്ലേ, Rajas can be a strong force of habit or a weak force of knowledge, etc. That despite having understood the truth of the knowledge of the self, നമുക്ക് knowledge of the self നെ പറ്റിയൊക്കെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ എത്ര കേട്ടാക്കണത്. We tend to act differently. Why? By force of habit. ആ രജസാണ് അവിടെ വരുന്നത്, ഫോഴ്സ് ഓഫ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ ഇപ്പൊ എന്ത് പഠിച്ചാലും, ഗീത പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, കാരണം ഞാൻ എങ്ങനെയാണ്, എന്ത് ആ ഗീതയിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ അതാ എഴുതി വെച്ചേക്കണം, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഫോഴ്സ് ഓഫ് ഹാബിറ്റ്. The force of habit is the projective pull, the rajas, that makes us act in the manner we do. We keep succumbing to that pull. The strength of that connection becomes stronger. അപ്പം എന്ത് പറ്റും, അങ്ങനെ നമ്മൾ സക്കംബ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ ആ പുള്ള് സ്ട്രോങ് ആയി വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പടത്തിൽ ആ ന്യൂറോൺസ് തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ മാറി യൂസ് ചെയ്ത് ഇറ്റ് ബിക്കം സോ തിക്ക്. The connection becomes thick. Thin ആയിട്ടുള്ള connection tendency becomes thicker and thicker. സംസാരിച്ചാണ് ചെയ്തിരുന്നത്, കുറെ കണക്ഷൻ അവിടെയൊക്കെ ഇങ്ങനെ ഫയർ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് ഇൻപുട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ടക്ക് 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 ടക്കിന് പോകും. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നുള്ള വാട്ടിൽ ചെയ്യുമ്പോൾ അത് സ്ട്രോങ്ങർ ആകുമ്പോൾ ഒരു ഓപ്റ്റിമൈസ്ഡ് കണക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്തത് ബ്രെയിനിൽ. പിന്നെ ടക്ക് എന്ന ഫയറാണ്, അതായത് സിഗരറ്റ് കണ്ട അപ്പം വലിക്കണം, ചെയിൻ സ്മോക്കിംഗ് എന്നൊക്കെ പറയുന്ന വിധത്തിൽ നമ്മൾ ചെയിൻ സ്മോക്കറായി മാറുകയാണ്. അതായത് ചെയിൻ ആയിട്ടുള്ള ചെയിൻ സ്മോക്കർ അല്ലെന്ന് വെച്ചാൽ ഇവിടെ ചെയിൻ സ്മോക്കിങ്ങിന്റെ എക്സാമ്പിൾ വെച്ചാൽ നമ്മൾ എപ്പോഴും പെർമനന്റ്ലി വി ആർ സ്റ്റക്ക് ഇൻ ദ BMI. രജസിനെ നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് മറക്കണം, സെൽഫിനെ, ആത്മാവിനെ മറക്കുന്ന ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് ഹാബിറ്റ് ആയിട്ട് രജസ് മാറുന്നു. അതാണ് രജസാണ് ഞങ്ങളുടെ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കണമെന്ന് 3ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറഞ്ഞത്. വാട്ട് ഈസ് ദിസ് രജസ്? ദിസ് രജസ് ഈസ് നത്തിങ് ബട്ട് ദീസ് ഫോഴ്സസ് വിത്തിൻ അവർ ബ്രെയിൻ. ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ദ ഓൾട്ടർനേറ്റ് കണക്ഷൻ അപ്പൊ എന്താ പറ്റുക? മറ്റത്, അതായത് ഇതല്ല സത്യം, ഇങ്ങനെയല്ല സെൽഫ്, എനിക്കത് വേണം, മാറ്റണം. That alternate connection established by the knowledge of the self that we have recently gained is not strong enough to be fired to match the pull of habit. A habitual pull in a
തടുത്തു നിർക്കാനായിട്ടുള്ള വടംവലിയിൽ നമ്മളുടെ ഈ പുതിയ നോളജിന്റെ ശക്തി തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. when we are not putting the effort into it. Weak force of knowledge. So that's നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് why is it happening? ഇതൊക്കെ അറിയാം. Why are we not doing things? Why? Because within us there is a എന്താ പറയുക വടംവലി that is going on. Tug of war that is going on within our mind, between the strong force of habit and the weak force of knowledge. അത് തമ്മിൽ അതിന് ഫോഴ്സ് ഓഫ് നോളജ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം. ദാറ്റ് ഈസ് ജ്ഞാന കർമ്മ സന്യാസം. Just as the negative pull of habit gets stronger and make it our default way of doing things, the knowledge-based pull can also be strengthened. അത് പറ്റും. കാരണം neuroscience tells us it is possible. If you can get addicted, then you can also get yourself away from addictions. രണ്ടും it is possible. Constant, how can you do that? Constant reflection on the knowledge and deliberate attention to practice it. അതാണ് constant reflection on this knowledge. ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത്. And deliberate attention to do it. Deliberate, forceful ആയിട്ട് നമ്മൾ we will do it. അതിനനുസരിച്ചിട്ട് sattvic rajas, that is sattvic rajas. Forcing the negative habits to weaken and then slowly get withered. അതായത് ബ്രെയിനിന്റെ ഉള്ളിൽ തന്നെ സയൻസ് പറയുകയാണെങ്കിൽ ന്യൂറോ സയൻസ് പറയുകയാണെങ്കിൽ കാൽസിഫൈഡ് കണക്ഷൻസ് ആയി മാറും. അതൊക്കെ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വരും അത് അധികം യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ. ഇറ്റ് ബിക്കംസ് കാൽസിഫൈഡ് ആൻഡ് ദെൻ അപ്പോൾ കാൽസിഫൈഡ് ആകുമ്പോൾ കണക്ഷൻസ് പോകും, ഇലക്ട്രിക്കൽ പൾസ് പോകില്ല പിന്നെ. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈ ഫോഴ്സ് വി ആർ ബിക്കമിങ് നോളജ് ബേസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഹാബിറ്റ് ബേസ്ഡ്, പഴയ ഹാബിറ്റ് ബേസ്ഡ്, ഇമോഷൻ ബേസ്ഡ്. അതിന് പകരം വി ബിക്കം വാട്ട് വി ആർ കോൾഡ് as knowledge based ആയിട്ടുള്ള ജ്ഞാനകർമ്മ സന്യാസത്തിലേക്ക് കിടക്കും നമ്മൾ. ആ ജ്ഞാനകർമ്മ സന്യാസത്തിലേക്ക് നമ്മുടെ ബ്രെയിനിന്റെ കണക്ഷൻസിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ജ്ഞാനകർമ്മ സന്യാസത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇഗ്നോറൻസ് ക്യാൻ ബി ടു ടൈപ്സ്. വൺ, നോട്ട് നോയിങ്. അല്ല, ഇഗ്നോറൻസ് എന്ന് പറയണ ഒന്ന് ഇല്ലാണ്ട്, അപ്പൊ കണക്ഷൻ ഇല്ല. ഓർ റോങ് നോളജ്, തെറ്റായിട്ടുള്ള കണക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ ഇഗ്നോറൻസ്. അപ്പൊ ഇതിന് ഈ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള വഴി എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് പവർ ഓഫ് ദ സെൽഫ്, വിൽ പവർ ആൻഡ് സെൽഫ് എഫേർട്ട്, യൂസിങ് പവർ ഓഫ് ദ സെൽഫ്, ടാപ്പിംഗ് ദ പവർ ഓഫ് ദ സെൽഫ്. That is what basically what we need to do. Knowledge-based self-effort is the effective strategy that helps in sublimating negative tendencies. കാരണം ഇത് ബ്രെയിനിന്റെ ഫംഗ്ഷനും അങ്ങനെയാണ്. നമ്മളത് ഹാബിച്വൽ ആയിട്ട് നമുക്ക് സ്ട്രെങ്തൻഡ് കണക്ഷൻസ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് കണക്ഷൻസ് ആക്കി ഹാബിറ്റുകൾ, മോശമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ അത് ഫോഴ്സ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാണ്ട് മറ്റേ നോളജ് ബേസ്ഡ് കണക്ഷൻസിനെ സ്ട്രോങ്ങർ ആക്കി കൊണ്ടുവരണം. ഇറ്റ് വിൽ ടേക്ക് സം ടൈം ആൻഡ് ഇറ്റ് വിൽ ഓവർ പവർ your strong the force of habit. A strong force of habit and will be broken away from our system. Our connections in dendrites and some of the neurons also are discarded by flushing out of our brain. Actually it happens. The new modern neuroscience has established how certain connections and certain orphaned neurons die within our life and are swept away from the brain. അത് നടക്കും, അത് നടത്താൻ പറ്റും നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കർമ്മ സന്യാസത്തിൽ നിന്ന്. അപ്പൊ ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. സത്വഗുണ ഈസ് ദ സ്ട്രെങ്ത് ഓഫ് റൈറ്റ് കണക്ഷൻസ് ഇൻ അവർ ബ്രെയിൻ ആൻഡ് ദ തമോ ഗുണ ഈസ് ദ ലാക്ക് ഓഫ് കണക്ഷൻസ് ഓർ ബാഡ് ആൻഡ് റോങ് കണക്ഷൻസ് ഇൻ ദ ബ്രെയിൻ. ആൻഡ് രജോഗുണ ഈസ് ദ പ്രോസസ് by which energy in the neurons and the neurotransmitters chemicals move the neurons electric signals to the rest of the body. അതാണ് രജോഗുണം. ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്നതാണത്. ആൻഡ് വി കൻ യൂസ് കർമ്മസന്യാസം, ജ്ഞാനകർമ്മ സന്യാസം to control that through this knowledge. The quality by which you practice, ഇത് ചെയ്യണം, എനിക്ക് ചെയ്യണം ഈ സത്വഗുണം, അത് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഉള്ളിലത്തെ ശക്തിയാണ് സത്വഗുണം എന്ന് പറയുന്നത്. പിന്നെ ദ ക്വാളിറ്റി ബൈ വിച്ച് യു സ്ട്രൈവ് ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഇങ്ങനെ വേണം ആഗ്രഹമൊക്കെ ഉണ്ട്, ബട്ട് fall prey to habits and fail to practice what you understood. Going by the force of habit is rajoguna in action. And the quality by which you fail to understand, first of all എനിക്ക് മനസ്സിലായില്ല തോന്നും, and make wrong inferences, തെറ്റായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കുക, and refuse to learn is തമോ. ഇതിലേതാണ് നമ്മുടെ ഫോഴ്സ് നമ്മുടെ ഉള്ളിലുള്ളത്? ദാറ്റ് ഈസ് അത് ആ ഫോഴ്സ്, സത്വഗുണ ഫോഴ്സ് നമുക്ക് ടാപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവതാരങ്ങൾ ഉണ്ടാവും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദിവസവും അവതാരങ്ങൾ വരും. ശ്രീകൃഷ്ണാവതാരവും രാമാവതാരവും
ശ്രീരാമാവതാരവും എല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മുടെ വന്നുകൊണ്ടേയിരിക്കും. പരശുരാമാവതാരം, എന്നിട്ട് വേണ്ടാത്തതായിട്ടുള്ള ക്ഷത്രിയന്മാരെയൊക്കെ കൊന്നുവരും. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള രജസിക് ആയിട്ടുള്ള ക്ഷത്രിയന്മാരെയൊക്കെ കൊന്നുവരും, ചീത്തരജസ്. ശ്രീരാമൻ നമ്മുടെ ഉള്ളിലത്തെ ഈ വക്രബുദ്ധികളെയൊക്കെ, 10 തലയുള്ള വക്രബുദ്ധികളെയൊക്കെ കൊന്നുവരും. ലേസിനെസ്, കുംഭകർണനെ പോലുള്ള ലേസിനെസ്, കട്ടിയായിട്ട് വെച്ചിരിക്കുന്ന ലേസിനെസിനെ കൊന്നുവരും. അങ്ങനെ പല പല പല. പിന്നെ ശ്രീകൃഷ്ണ അവതാരമാകുമ്പോൾ ചെറിയ 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 പ്രശ്നങ്ങൾ മുതൽ, പൂതന മുതൽ മറ്റേ ശകടാസുരന്മാരും അഘാസുരന്മാരും ധേനുകാസുരന്മാരെയൊക്കെ കൊന്നുവരും. അതായത് ഈ ഡിസീപ്റ്റ്, ഡിസപ്ഷൻ, എന്താണ് പിന്നെ നമ്മൾ ഈ പാമ്പിനെ പോലെയുള്ള ബിഹേവിയർ ഒക്കെ ഇല്ല, അങ്ങനത്തെ ബിഹേവിയറുകളൊക്കെ നമ്മൾ കൊന്നുവരും. പൂതന, ഫോൾസ് ഫ്രണ്ട്ഷിപ്സ്, പ്രൈഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ കൊന്നുവരും അവതാരങ്ങൾ വന്നിട്ട്. വെൻ യു ആക്ച്വലി try to force the quality by which you strive to understand and put in the effort, the sattva guna energy ഉപയോഗിച്ച്. അപ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് ദ ബ്രെയിൻ. നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്, ഈ ശക്തികളൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഹേറ്റ്രഡ്, എൻവി എന്നൊക്കെ പറയുന്ന കുറെ കണക്ഷൻസ്. അതുമാതിരി ദി കണക്ഷൻസ് ലൈക്ക് യുനോ. അപ്പൊ ആ ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഹേറ്റ്രഡ്, ജലസിയൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആക്ഷൻസിലെ റിയാക്ഷൻസും അതിനനുസരിച്ചിട്ടുണ്ടാവും. ആൻഡ് വി ഗെറ്റ് ഇൻ ടു എ റട്ട്. Similarly, it can also be the other kind of connections of ignorance, lethargy, and evil, and therefore they also produce action and reaction, and അനുസരിച്ചിട്ട്. Or it can be the joys of the self, the blue ones. Action and reactions will be there, but you are not bound by that. അതാണ് അതിന്റെ രസം. Now this is basically what we are going to see. What are the types of, this kind of action, prohibited actions, and the actions that are non-actions, or അല്ലെങ്കിൽ inaction എന്നൊക്കെ പറയുന്ന സംഗതി. അതായത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലും പ്രവർത്തിക്കാത്ത സ്ഥിതി, അതാണ് ജോയ്സ് ഓഫ് ദ സെൽഫ്. ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആൻഡ് ഈവിൾ ആക്ഷൻസ്, അങ്ങനെയുള്ള ഡിഫറെന്റ്. ഇത് മനസ്സിലാക്കണം നമ്മൾ. ഈ ആക്ഷൻസ് ഒക്കെ എങ്ങനത്തെ ടൈപ്പുകളാണ്, വാട്ട് ടൈപ്പ് ഓഫ് ആക്ഷൻസ് ആർ പോസിബിൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. സെൽഫിനെ പറ്റി മനസ്സിലാക്കി ഇനി, so you should be able to understand what is action, what is inaction, what is prohibited action എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ജ്ഞാനകർമ്മ സന്യാസം കംപ്ലീറ്റ് ആവുക. അപ്പോൾ അത് that we will take up in the next class. സർ ഇതാണോ സർ പറയാറുള്ള ബർത്ത് റീബർത്ത് സൈക്കിൾ നമ്മൾ പറയുന്നത്? ഈ ആക്ഷൻ റിയാക്ഷൻ അതിനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, ബർത്ത് റിയാക്ഷൻ, അതായത് ആക്ഷൻ, അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഹോപ്പ് ആൻഡ് ഡെസ്പെയറിലുള്ള സ്വിംഗ് ഇല്ലേ, അതാണത്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മളുടെ രജസ്സും തമസ്സും സത്വഗുണവും. ആക്ഷൻസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ആക്ഷൻസ്, ആൻഡ് ആക്ഷൻസ് കുഡ് ഓൾസോ ബി ഫോർബിഡൻ ആക്ഷൻസ്. ആക്ഷൻസ് അതാണ് ഈ തമസും രജസും. ആൻഡ് ആക്ഷൻസ് ദാറ്റ് ആർ ഡിറ്റാച്ച്ഡ് ആക്ഷൻസ് എന്ന് പറയുന്നതാണ് ഈ ജോയ്സ് ഓഫ് ദ സെൽഫ്. അത് നമുക്ക് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ വി വിൽ ടേക്ക് അപ്പ് birth and the rebirth of how it's birth and death is over. അതാണ് അവിടെ നേരത്തെ പറഞ്ഞത്. അതെ, now we are going to look at actions, attached actions, detached actions, and prohibited actions. സംഗതികളെ മനസ്സിലാക്കാനായിട്ടുള്ള. ആൻഡ് വാട്ട് ഈസ് ഇനാക്ഷൻ ഇൻ ആക്ഷൻ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പ്രവർത്തനമില്ലാത്ത സ്റ്റേറ്റ്, അതായത് ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇനി കർമ്മസന്യാസത്തിൽ അടുത്തത് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താ കഴിഞ്ഞിട്ടില്ലേ വീഡിയോയുടെ സംശയം കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഇത് കഴിഞ്ഞിട്ട് ഡിസ്കഷനിലേക്ക് കിടക്കാൻ വേണമെങ്കിൽ ഇത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ട് okay, I'll just finish it off so that if people who are want to go away can go. അത് വേണ്ട. So അങ്ങനെ വന്നു കഴിയുമ്പോൾ what we saw today, we saw the joys of the self kindles devotion to knowledge, and dharma perspectives and the fall of dharma, resurrection of dharma, classification of people based on aptitude and vocation, and the path to liberation from limitations, and the gunas, how do they practically reside in us, നമ്മുടെ ഉള്ളിൽ ഈ ഗുണങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളത് വന്നു. And now later tomorrow in the next sessions we are going to see the action in action and inaction in action. Okay, complicated, but we'll make it as simple as possible. Self is everything, and then we'll see that self is everything ultimately, and transforming the self to thoughts. നമ്മുടെ സെൽഫിന്റെ തോട്ട്സ് ആൻഡ് supreme transformation, sacrifices ആക്കി മാറ്റുന്നതും
and sacrifice through knowledge. Sacrifice ആണ് knowledge through knowledge ആണ് sublimation എന്ന് പറയുന്ന സംഗതി. നെഗറ്റീവ് ടെൻഡൻസീസിനെ സബ്ലിമേറ്റ് ചെയ്യാനായിട്ട് സാക്രിഫൈസ് ത്രൂ നോളജ് ആവശ്യമാണെന്നാണ് ഇതിൽ പറയുന്നത്. ആൻഡ് നോളജ് അക്വിസിഷൻ, അതിന്റെ പ്രോസസ്, ഔട്ടർ ആൻഡ് ഇന്നർ ഡിസിപ്ലിൻസ് ഫോർ ഗെറ്റിംഗ് ദിസ് നോളജ്, അതിന്റെ which can also be applied in any type of knowledge acquisition. And finally, knowledge based approach to actualizing our capabilities. നമ്മളുടെ അധികം എന്നുള്ളതും കൂടി കാണിക്കുന്നതാണ് ഇതിന്റെ ഫൈനലായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. So I will stop here and let me just chant the mantra. For that, let us all chant and then we'll go into discussion. Purnamada Purnamidam Purnat Purnamudachyate पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. ॐ शान्ति शान्ति शान्तिः. पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. ॐ शान्ति शान्ति शान्तिः. Okay. സർ, നേരത്തെ ഞാൻ ഫോം ചെയ്ത ഐഡിയാസ് എങ്ങനെയായിരുന്നു വെച്ചാല്, സെൽഫ് ഗുണാസില് കൂടെ നമുക്ക് എക്സ്പീരിയൻസസ് തന്നിട്ട് എക്സ്പീരിയൻസ് അഗൈൻ വിൽ ഗിവ് റൈസ് ടു തോട്ട്സ്. അങ്ങനെയാണ് അങ്ങനെയാണ് ദ ബർത്ത് ആൻഡ് ഡെത്ത് സൈക്കിൾ എന്നാണ് ഞാൻ ഫോം ചെയ്തത്. നമ്മുടെ ബർത്ത് ആൻഡ് ഡെത്ത് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഹോപ്പ് ആൻഡ് ഡെസ്പയർ എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുന്ന ഫോഴ്സായി മാറി നമ്മളെ പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് സംടൈംസ് വി ആർ ഹോപ്പ്ഫുൾ, സംടൈംസ് വി ആർ അണ്ടർ ഡെസ്പയർ എന്ന് പറയുന്ന മനസ്സിന്റെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. അതാണ് അത് പക്ഷെ വരുന്നത് എക്സ്പീരിയൻസ് എന്നല്ലേ, നമ്മളുടെ experience also is part of it. Experiences, memory, your various other things, the capability to make inferences and all those things are part of it.